നമസ്കാരം. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തലിനെതിരെ വെളിപ്പെടുത്തലുകളുടെ പരമ്പര തുടരുകയാണ്. രാഹുൽ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ചൂഷണം നടത്തിയെന്ന ആരോപണം ചാറ്റുകളുടെ തെളിവ് സഹിതമാണ് യുവതി ഉന്നയിച്ചത്. രാഹുലിനെതിരെ ആക്ഷേപം ഉന്നയിക്കുന്ന 4ാമത്തെ വനിതയാണ് ഇവർ. തന്റെ സീനിയർ വിദ്യാർത്ഥിനിക്കും ഇതേ അനുഭവം ഉണ്ടായതായി യുവതി പറയുന്നു. MLA സ്ഥാനം രാജിവെക്കണം എന്ന ആവശ്യത്തോട് മുഖം തിരിക്കുകയാണ് കോൺഗ്രസ്. കടുത്ത സ്ത്രീവിരുദ്ധ പരാമർശങ്ങളുമായി രാഹുലിനെ ന്യായീകരിച്ച VK ശ്രീകണ്ഠനെ തിരുത്തേണ്ടി വന്നെങ്കിലും കോൺഗ്രസ് നേതൃത്വത്തിന്റെ തന്ത്രപരമായ പിന്തുണയ്ക്ക് തിരുത്തലൊന്നും വന്നിട്ടില്ല. ഇതുവരെ വന്ന പരാതികളുടെ പാറ്റേൺ ഒരു പൊതുപ്രവർത്തകനാകാൻ യോഗ്യനല്ല രാഹുൽ എന്ന് വ്യക്തമാക്കുന്നതാണ്. ഇനിയും കൂടുതൽ തെളിവുകൾ പുറത്തായാൽ കോൺഗ്രസ് പ്രവർത്തകരുടെയും പാലക്കാട്ടെ വോട്ടർമാരുടെയും തലകൾ കൂടുതൽ കുനിയും. അതിന് ഇട നൽകേണ്ടതുണ്ടോ കോൺഗ്രസ് നേതൃത്വം? രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയും പൊതുപ്രവർത്തകനായി തുടരേണ്ടതുണ്ടോ? ഈ ചർച്ചയിൽ ഡോക്ടർ പി സരിൻ CPM, ശ്രീ PR ശിവശങ്കർ BJP, ശ്രീ VR അനൂപ് കോൺഗ്രസ് എന്നിവർ. ശ്രീ അനൂപ്, 4 വ്യക്തികളുടെ അനുഭവങ്ങൾ ഇതിനോടകം നമ്മുടെ മുമ്പിലുണ്ട്, പൊതുമണ്ഡലത്തിലുണ്ട്. ആ പറഞ്ഞ വാക്കുകൾ കേരളം കേട്ടിട്ടുണ്ട്. ഇതിനെല്ലാം ഒരേ പാറ്റേൺ ആണ്. പാലക്കാട് MLA ഒരു ഹാബിച്വൽ ഒഫൻഡർ ആണ് എന്ന് സമൂഹത്തിന് ബോധ്യമാവുന്ന വിധത്തിലാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ. ഇനി അങ്ങോട്ട് കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് എന്ന് എല്ലാവരും സംശയിക്കുന്നുമുണ്ട്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു പൊതുപ്രവർത്തകനാകാൻ ഫിറ്റാണോ പാലക്കാട് MLA? പാലക്കാട് MLA ആ പദവിയിൽ തുടരാൻ അനുവദിച്ചുകൊണ്ട് കോൺഗ്രസ് സമൂഹത്തോട് ചെയ്യുന്നത് എന്താണ്? അഭിലാഷേ, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച്, കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും ഉന്നതമായ നേതൃത്വം എന്ന് പറയുന്നത് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ്. അദ്ദേഹം അസന്നിഗ്ധമായൊരു കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പാർട്ടി നടപടിയെടുത്തു എന്നാണ്. പാർട്ടിയുടെ നടപടി വളരെ വ്യക്തമാണല്ലോ. പബ്ലിക്കിൽ വളരെ കൃത്യമായി പരാതിക്കാരി തന്നെ പരാതി ഉന്നയിച്ച സന്ദർഭത്തിൽ 24 മണിക്കൂറിനുള്ളിൽ ആ നടപടി എടുക്കപ്പെട്ടിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അല്ല. ഇതെന്താണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്? ആ പരാതിക്കാരി പോലും പോലീസ് സംവിധാനത്തെ ആശ്രയിക്കാൻ താല്പര്യമില്ല എന്ന് പറയുകയും കോൺഗ്രസ് പാർട്ടിയിൽ വിശ്വാസമുണ്ട്, പ്രതിപക്ഷ നേതാവ് പിതൃതുല്യനാണ് എന്ന് പറഞ്ഞ പരാതിക്കാരിയോട് പാർട്ടി എടുക്കുന്ന, പ്രതിപക്ഷ നേതാവ് എടുക്കുന്ന ഒരു സമീപനമുണ്ട്. ആ കുട്ടിയുടെ പരാതിയെ ഓൺ ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് എൻ്റെ മകളുടെ പ്രായമുള്ള ഒരാളാണ്, എൻ്റെ മകളുടെ പ്രായമുള്ള ഒരാൾ എന്നോടൊരു പരാതി പറഞ്ഞാൽ ഒരച്ഛൻ എന്ത് ചെയ്യുമോ അത് ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം വളരെ പരസ്യമായി പറഞ്ഞു. അവിടെ ശ്രീ അനൂപ്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ അച്ഛൻ്റെ സ്ഥാനമുള്ള VD സതീശൻ, അത് പ്രായം കൊണ്ട് മാത്രമല്ല, പറവൂരുകാരിയാണ് ആ പെൺകുട്ടി, അവർ കുടുംബ സുഹൃത്തുക്കളുമാണ്, നേരത്തെ പരിചയമുള്ള ആളുകളാണ്, ഒരുമിച്ച് ഒരുപാട് പരിപാടികളിൽ പങ്കെടുത്തിട്ടൊക്കെ ഉള്ള ആളുകളാണ്. അപ്പം 3.5 കൊല്ലം മുമ്പിൽ വന്ന പരാതിയിൽ ഒരു അച്ഛൻ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ചെറുപ്പക്കാരൻ പിന്നീട് ഒരുപാട് സ്ഥാനങ്ങളിൽ എത്തുകയും അയാളുടെ അതേ സ്വഭാവം തുടരുകയും ചെയ്യുമായിരുന്നോ? എന്തുകൊണ്ടാണ് അച്ഛൻ ചെയ്യേണ്ട കാര്യം അവിടെ VD സതീശൻ ചെയ്തിരുന്നുവെങ്കിൽ പിന്നീടും നിരവധി പരാതികൾ ഉണ്ടായത് ഇതേ പെൺകുട്ടിക്ക് തന്നെ അതേ അനുഭവം ആവർത്തിക്കപ്പെട്ടത് എന്നുള്ളത് ആളുകൾ അത്ഭുതത്തോടു കൂടി കേൾക്കും. അല്ല, ഇവിടെ ആ പെൺകുട്ടി തന്നെ പറഞ്ഞത് എന്താ? എനിക്കൊരു കേസുമായി പോകാൻ താല്പര്യമില്ല. ഈ ഘട്ടത്തിൽ ആ പെൺകുട്ടി പറഞ്ഞത്, ആ പരാതിക്കാരി പറഞ്ഞത്, ഇയാൾ സ്വയം നവീകരിക്കപ്പെടട്ടെ എന്നാണ് ഞാൻ കരുതുന്നത്, എൻ്റെ സുഹൃത്തായി തന്നെയാണ് കരുതുന്നത്, ഞാൻ പ്രതിപക്ഷ നേതാവിനെ വിവരം അറിയിച്ചു, അപ്പോൾ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന പരാതി പോലീസിനെ സമീപിക്കാൻ, നിയമ സംവിധാനത്തെ സമീപിക്കാൻ ഈ പറയുന്ന പരാതിക്കാരികൾ പോലും താല്പര്യപ്പെടാത്ത സാഹചര്യത്തിൽ ഒരു പാർട്ടി സംവിധാനമുള്ള എന്നുള്ള രീതിയിൽ ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്ത ഒരു കാര്യം. ഞാൻ ഇതിനെ എനിക്ക് വേണമെങ്കിൽ ഡാറ്റകൾ കാണിച്ച്, മുൻകാല ഉദാഹരണങ്ങൾ കാണിച്ച്, CPM ഈ വിഷയത്തിൽ എന്തു ചെയ്തു, BJP ഈ വിഷയത്തിൽ എന്തു ചെയ്തു, ഞങ്ങൾ ചെയ്ത് ഇതാണെന്ന് പറയാം. പക്ഷെ അത്തരമൊരു താരതമ്യത്തിനെ ഞാൻ മുതിരുന്നില്ല. അല്ല, അവിടെ ഒന്നാമത്തെ പ്രശ്നം, ഇതിപ്പോ കോൺഗ്രസ് BJP CPM എന്ന കള്ളിയിൽ കാണേണ്ട ഒരു രാഷ്ട്രീയ വിഷയമല്ലല്ലോ. കാരണം ഏതെങ്കിലും രാഷ്ട്രീയ ബന്ധമുള്ള ആളുകളല്ല പരാതി ഉന്നയിച്ച 4 പേരും എന്ന് മാത്രമല്ല, അവർ പറയുന്ന കാര്യം, ഇയാൾ എങ്ങനെയാണ് ഒരു പ്രിഡേറ്ററായി പ്രവർത്തിച്ചത്, അതിൻ്റെ ഒരു മോഡസ് ഓപ്പറാൻഡി എന്തായിരുന്നു എന്ന് വ്യക്തമാക്കുമ്പോൾ കോൺഗ്രസ്സുകാരും CPMകാരും ആയ അല്ലെങ്കിൽ BJPക്കാരോ മറ്റുള്ളവരോ ആയ എല്ലാ ആളുകൾക്കും കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇതിനെ ഞാൻ കോൺഗ്രസിന്റെ ആകപ്പാടെയുള്ള രാഷ്ട്രീയ സംവിധാനത്തിന്റെ പ്രശ്നമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ ഇങ്ങനെ പ്രിഡേറ്ററി ബിഹേവിയർ ഉള്ള ഒരാളെ ഒരു പ്രധാനപ്പെട്ട പൊതുസ്ഥാനത്ത് തുടരാൻ അനുവദിച്ചുകൊണ്ട് ഞങ്ങൾ നടപടിയെടുത്തു എന്ന് പറയുന്നതിൽ എന്താ കാര്യം? അല്ല, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഇവിടെ ഈ പരാതിക്കാരിക്ക് കോൺഗ്രസ് പാർട്ടിയിലൊരു വിശ്വാസമുണ്ട്. ഇപ്പോഴും ആ വിശ്വാസത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായതായി അവർ പറയുന്നില്ല. ആദ്യം പരാതി ഉന്നയിച്ച വ്യക്തിക്കാണ് കോൺഗ്രസ് പാർട്ടിയോടുള്ള വിശ്വാസം. ബാക്കി 3 പേരും പാർട്ടിയോടല്ല പരാതി, അവരുടെ അനുഭവം പറയാൻ. ഇപ്പോൾ പോലും പോലീസ് കേസെടുക്കാത്ത സാഹചര്യത്തിൽ, FIR ഇടാത്ത സാഹചര്യത്തിൽ കോൺഗ്രസ് എന്ത് നിലപാട് സ്വീകരിക്കണമെന്നാണ് പറയുന്നത്? ഞാൻ
അഭിലാഷ് പറയുന്ന കാര്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിച്ചുകൊണ്ട് അതിനോട് പ്രതികരിക്കാൻ തയ്യാറാണ്. ഇവിടെ കോൺഗ്രസിന്റെ മൊറാലിറ്റിയെ, ധാർമ്മികതയെ ചോദ്യം ചെയ്യുന്ന CPM-ന്റെയും BJP-യുടെയും പ്രതിനിധികളുണ്ട്. ഇവിടെ യെദിയൂരപ്പയുടെ കാര്യമുണ്ട്, P. ശശിയുടെ ഉദാഹരണം അവിടെ നിൽക്കുകയാണ്. ഇവിടെ CKP പത്മനാഭൻ എന്ന് പറയുന്ന കണ്ണൂരിലെ പ്രഗത്ഭനായ CPM-ന്റെ നേതാവ്, അദ്ദേഹത്തിൻ്റെ മകളുടെ കാര്യത്തിൽ ഒരു പരാതി പറഞ്ഞപ്പോൾ പരാതിക്കാരൻ പാർട്ടിയിൽ നിന്ന് പുറത്തായി. പരാതി ഈ പറയുന്ന പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന P. ശശി ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തുടരുകയാണ്. എന്നിട്ടാണ് കോൺഗ്രസിന് ധാർമ്മികതയുടെ ക്ലാസ് എടുക്കാൻ നിൽക്കുന്നത്. ഞാനൊരു കാര്യം പറയാം, ഇക്കാര്യത്തിൽ അവർ അങ്ങനെ ചെയ്തതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്തു എന്ന ഒരു ന്യായീകരണത്തിൽ ഞങ്ങൾ മുതിരുന്നില്ലെന്നേ. കോൺഗ്രസിന് ഈ പറയുന്ന പരാതി ഉന്നയിച്ച ആളുകൾ, കോൺഗ്രസ് എന്ന് പറയുന്ന സംവിധാനത്തിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരിൽ അർപ്പിച്ച വിശ്വാസം നിലനിർത്തിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങൾ ഈ കാര്യത്തിൽ പരാതി ഉന്നയിച്ച ഒരാളെ അപമാനിക്കാനില്ല, പരാതിക്കാരിക്കെതിരെ ഉന്നയിക്കുന്ന ആളുകളെ അപഹസിക്കാനില്ല. ഞങ്ങൾ ഈ കാര്യത്തിൽ വളരെ തുറന്ന സമീപനം. പരാതിക്കാരിയെ അപഹസിക്കാനില്ല എന്ന് അനൂപ് ഇപ്പൊ പറയുന്നു. ഇന്നലെ പാനലിസ്റ്റുകൾ, അനൂപ് അടക്കമുള്ള പാനലിസ്റ്റുകൾ TV-യിൽ പറഞ്ഞു. ഇന്ന് രാവിലെ VK ശ്രീകണ്ഠൻ പറഞ്ഞത് കേട്ടതാണ്. വന്നു പോകുന്നല്ലോ, പിന്നീട് തിരുത്തി മാപ്പൊക്കെ പറഞ്ഞു. പക്ഷേ പറഞ്ഞത് തന്നെയാണല്ലോ. VK ശ്രീകണ്ഠനല്ല, ആര് പറഞ്ഞാലും ഇക്കാര്യത്തിൽ കേരളത്തിൽ ഞാൻ ആവർത്തിച്ച് അസന്നിഗ്ധമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. UDF-ന്റെ പാർലമെന്ററി പാർട്ടിയുടെ, ഞങ്ങളുടെ രാഷ്ട്രീയ മുന്നണിയുടെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു, ഈ പെൺകുട്ടിയെ ഒരു വിവാദത്തിന്റെ കേന്ദ്ര ബിന്ദുവാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഈ പെൺകുട്ടിയോട് മകളോടുള്ള സമീപനമാണെന്ന് അദ്ദേഹം പറയുകയും ആ പരാതിക്കാരെ നിഷേധിക്കാത്തിടത്തോളം കാലം ഞങ്ങളുടെ നിലപാട് സുവ്യക്തമാണ്. പരാതിക്കാരിക്ക് ഇപ്പോഴും ഈ സംവിധാനത്തിനകത്ത് വിശ്വാസമുണ്ടെന്ന് ആവർത്തിച്ച് പറയാൻ, അടിവരായിട്ട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഡോക്ടർ P. സരിൻ, കോൺഗ്രസിന്റെ ഇക്കാര്യത്തിലെ നിലപാട് സുവ്യക്തമാണോ? കോൺഗ്രസ് ഇന്നിപ്പോ KC വേണുഗോപാൽ തന്നെ, കോൺഗ്രസിന്റെ ഈ സംസ്ഥാനത്തെ എന്നല്ല ഈ രാജ്യത്തെ തന്നെ രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് എന്ന് വേണമെങ്കിൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയെ വിളിക്കാം. KC വേണുഗോപാൽ പറഞ്ഞു, ഞങ്ങൾ നടപടിയെടുത്തതാണ്, പാർട്ടി നടപടിയെടുത്തു എന്ന് പറഞ്ഞു. രാഹുൽ അങ്ങനെയല്ല പറയുന്നത് എങ്കിലും. അപ്പോൾ നടപടിയെടുത്തതാണ്, അത് വ്യക്തമാണ് എന്ന് കോൺഗ്രസ് പ്രവർത്തകർക്ക് ബോധ്യപ്പെടുമോ? ഒരു മുൻ കോൺഗ്രസ് പ്രവർത്തകൻ കൂടിയായ താങ്കൾക്ക് അതിൽ എന്ത് തോന്നുന്നു? അഭിലാഷ്, ആ മുൻ കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള ആനുകൂല്യം പേറാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് നമ്മളൊക്കെ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാസ്റ്റായിട്ടാണ് ഇവിടെ എനിക്ക് രേഖപ്പെടുത്താനുള്ളത്. നേരെ മറിച്ച് നേരത്തെ ചർച്ചയുടെ ഇടയിൽ മാത്രമാണ് എനിക്ക് കയറാൻ സാധിച്ചത്. ആ സമയത്ത് എങ്ങനെയാണ് ഈ കേസ് വ്യത്യസ്തമാകുന്നത് എന്ന് പറയാൻ അഭിലാഷ് ശ്രമിക്കുന്നതായും, എന്നാൽ മറ്റ് സമാനമായ കേസുകൾ മറ്റ് പാർട്ടികളിലെ ആളുകൾ പ്രതിസ്ഥാനത്ത് നിന്നതുമായും ഒക്കെ താരതമ്യം ചെയ്യുന്നതിന്റെ ശ്രമത്തിന്റെ ഫലമായി ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പാനലിസ്റ്റ് അതിനെ ആവർത്തിച്ച് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിന്റെ വൈരുദ്ധ്യവും നമ്മൾ ഇവിടെ കണ്ടു. ഇവിടെ വൺ ഓഫ് എ കൈൻഡ് ഓഫ് എ സിറ്റുവേഷൻ ആണ് ഇത് എന്നുള്ളതാണ്. അതായത് അനിതര സാധാരണമായ ഒരു സ്ഥിതിവിശേഷം. ആ സ്ഥിതിവിശേഷം ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് കോൺഗ്രസിനെ വെട്ടിലാക്കുന്നത്. ഇപ്പോ ഒരു എഴുതപ്പെട്ട പരാതിയും ഇല്ലാതെ തന്നെ എന്തിന്റെയൊക്കെയോ പേരിൽ, അത് പല കാരണങ്ങളായിട്ട് പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് ആ രാജിവെച്ച ആൾ, യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ച ശ്രീ രാഹുൽ മാങ്കൂട്ടത്തില് ഒരു ക്ലെയിം പോലെ പറയുന്നത് കണ്ടു. കാരണം ഞാൻ എൻ്റെ പ്രവർത്തകർക്ക് ഒരു തലവേദനയാകാൻ ആഗ്രഹിക്കുന്നില്ല, അവരുടെ വിലപ്പെട്ട സമയം ഇതിന് എന്നെ ന്യായീകരിച്ച് കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ ഒരു മോറൽ ഹൈറ്റഡ്നെസ് എടുക്കുന്ന രീതിയിൽ, താൻ എന്തോ വലിയ സംഭവമാണ് എന്ന് വരുത്തി തീർക്കുന്ന രീതിയിലൊക്കെ പറയുന്നത് കണ്ടു. എന്നിട്ടും രാജിവെച്ചു എന്നുള്ളിടത്ത് തന്നെയാണ് കോൺഗ്രസ് ഒരു വാരിക്കുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് എന്ന് കോൺഗ്രസ് ഇപ്പൊ തിരിച്ചറിയുന്നത്. കാരണം ഞാൻ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഞാൻ നേരത്തെ സൂചിപ്പിച്ച് തുടങ്ങിയതും ഇത് മുൻപ് കേട്ടുകേൾവിയില്ലാത്ത വിധമുള്ള ഒരു രതി വൈകൃതത്തിന്റെ പരമ്പരയാണ്. താങ്കളുടെ ഓഡിയോയ്ക്ക് ചെറിയ മുഴക്കം എനിക്ക് ഫീൽ ചെയ്യുന്നു, അതുകൊണ്ട് അതിൽ ചിലപ്പോൾ ഒരു ക്ലാരിറ്റിയുടെ പ്രശ്നം വന്നേക്കാം. അതൊന്ന് ശരിയാക്കിയതിനു ശേഷം ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. ഒന്ന് മുഴങ്ങുന്നുണ്ട് ഓഡിയോ, എന്താണെന്ന് നോക്കട്ടെ. അപ്പോഴേക്കും ഞാൻ ശ്രീ PR ശിവശങ്കറിനെ ഒന്ന് കേട്ടിട്ട് വരാം, അപ്പോഴേക്കും അത് ശരിയാക്കും. ശ്രീ ശിവശങ്കർ, ഇതിപ്പോ MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള സമരങ്ങൾ നടക്കുന്നു. ഇപ്പോൾ സമാനമായ കേസുകൾ, സമാനമെന്ന് വിശേഷിപ്പിക്കാമോ എന്നറിയില്ല, അപവാദങ്ങൾ വരുമ്പോൾ 2 ദിവസം പ്രകടനം നടക്കും, അതങ്ങ് കഴിയും. MLA-മാർ രാജിവെക്കുന്ന കീഴ്വഴക്കം പൊതുവേ ഇല്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ ഓരോ ദിവസവും ഇന്നൊരു ആരോപണം വന്നു, നമ്മൾ ഇന്നലെ കേട്ട ആരോപണങ്ങളുടെ തുടർച്ചയാണ്, പാറ്റേണൊക്കെ ഏതാണ്ട് സമാനമാണ്. അപ്പോൾ പക്ഷേ ഇങ്ങനെ ഒരാൾ MLA ആയി ഒരിടത്ത് പ്രവർത്തിക്കുക, MLA എന്ന് പറയുമ്പോൾ ജനസേവകനാണ്, ആ ഒരു നിയോജക മണ്ഡലത്തിലെ ആളുകൾക്ക് സംവിധാനങ്ങൾക്കൊക്കെ ആശ്രയിക്കേണ്ട വ്യക്തിയാണ്. ഇനിയും കൂടുതൽ വരാനുണ്ട് എന്ന് കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം എങ്ങനെ MLA ആയി ഇനി കുറച്ചു മാസമേ ഉള്ളൂ എങ്കിൽ കുറച്ചു മാസം എങ്ങനെ പ്രവർത്തിക്കുമെന്നുള്ളത് ഒരു പ്രശ്നമാണല്ലോ.
ഒരു സംശയവുമില്ല അഭിലാഷ്. ഇത് വളരെ ഇപ്പം രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആ രാഷ്ട്രീയവുമായിട്ട് എനിക്ക് വളരെ എതിരെ അഭിപ്രായമുണ്ടെങ്കിൽ പോലും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ പോലും എനിക്ക് നാണക്കേടുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ഒരു സംശയവുമില്ല, രാഷ്ട്രീയക്കാരനെന്ന് പറയാൻ നാണക്കേടാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് ഞാനൊരു 2-3 കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, അഭിലാഷ് പറഞ്ഞതുപോലെ ഇനിയും പലതും വരാനുണ്ട്, ഇതിലും കൂടുതൽ തെളിവുണ്ട് എന്ന് നമ്മൾ കേൾക്കുന്നു. അതിൻ്റെ പല പിന്നാമ്പുറ കഥകൾ കേൾക്കുന്നു. ഇത് വെറും സാധാരണ ഒരു പ്രവർത്തകരല്ല, പല നേതാക്കളുടെയും മക്കൾ, മരുമക്കൾ, ഇത്തരത്തിലുള്ള പല കഥകളും നമ്മൾ കേൾക്കുന്നു. ഇതൊക്കെ ശരിയാണെങ്കിൽ ഇതൊന്നും ഒരു ദിവസം കൊണ്ടല്ല. ഇപ്പം ഞാൻ കേട്ട മറ്റൊരു കഥ, KSUവിലിരിക്കുമ്പോൾ പോലും ഇദ്ദേഹത്തിന്, കോൺഗ്രസിൻ്റെ ഒരു നേതാവ് പറഞ്ഞു, ഇത്തരത്തിൽ ഒരു കുട്ടിയുടെ അമ്മയ്ക്കെതിരെ പോലും, ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല കാരണം ഇത് പറയാൻ കൊള്ളാത്ത കാര്യമാണ്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ഇത് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് അറിയാമായിരുന്നു, ഇന്നും ഇന്നലെയുമല്ല, വളരെ വർഷങ്ങളായിട്ട് അറിയാമായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ വളരെ ക്രൂരമായ രീതിയിൽ അദ്ദേഹം പലരെയും ഇരകളെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടും അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ കൊടുത്തത്? 3 വർഷം മുമ്പ് ശ്രീ VD സതീശനെ പ്രതിപക്ഷ നേതാവിന് അറിയാമായിരുന്നല്ലോ ഇക്കാര്യം. അദ്ദേഹം പറഞ്ഞു, ഞാൻ പിതാവിനെ പോലെ ഉപദേശിച്ചു എന്ന്. പക്ഷേ ശ്രീ MLA നമ്മുടെ ഇദ്ദേഹം മാങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നത്, എന്നോട് VD സതീശൻ ഒന്നും സംസാരിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാഹുൽ അടക്കമുള്ള ആളുകൾക്ക് ചില പ്രത്യേക പരിഗണന കിട്ടിയിരുന്നു. ആ പരിഗണന മറ്റൊരു നേതാവ് തോക്കിന് മുൻപിൽ വെച്ചിട്ട് ഈ നേതാക്കളെ ഭീഷണിപ്പെടുത്തിയിട്ടാണ്. അത് ഏത് രീതിയിലുള്ള ഭീഷണിയാണ് എന്ന് നമ്മൾ ഇനി പഠിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഇത്തരം നേതാക്കൾ ഇവരുടെ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങേണ്ടി വന്നത് എന്നത് നമ്മൾ പഠിക്കേണ്ടതാണ്. എന്തുകൊണ്ട് ഇത് വന്നു? കാരണം ഇവരൊന്നും അറിഞ്ഞത് ഇന്നും ഇന്നലെയുമല്ല, വളരെ വർഷങ്ങൾക്ക് മുൻപ് അറിയാമായിരുന്നു. ഈ കഥകളെല്ലാം അറിയാമായിരുന്നു. എനിക്ക് വ്യക്തമായിട്ടറിയാം, കോൺഗ്രസ് ഇന്നത്തെ പോലീസിന്, സംസ്ഥാന പോലീസ് നേതൃത്വത്തിൻ്റെ അടുത്ത കത്തുണ്ട്. കോൺഗ്രസ്സിലെ മഹിളാ മോർച്ചയിലെയോ യൂത്ത് കോൺഗ്രസ്സിലെയോ ഒരു മഹിളാ നേതാവ് ഇത്തരം കംപ്ലൈൻറ്റുമായിട്ട് VD സതീശൻ്റെ അടുത്തും KPCC പ്രസിഡൻറ്റിൻ്റെ അടുത്തും, മുൻ KPCC പ്രസിഡൻ്റിൻ്റെ അടുത്തും, അതുപോലെ തന്നെ ഈ AICC ജനറൽ സെക്രട്ടറി ശ്രീ വേണുഗോപാലിൻ്റെ അടുത്തും ഈ കത്ത് പോയിട്ടുണ്ട്. ഇവർക്കറിയാം. ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ടും ഇത്ര പലരെയും, 1-2 ഇത്രയും പലരെയും ഇങ്ങനെ സ്വന്തം പാർട്ടിയിലെ ആളുകളുടെ മക്കളെ, നേതാക്കളുടെ മക്കളെയും മരുമകളെയും എല്ലാം ഉപയോഗിച്ചിട്ടും എന്തുകൊണ്ടാണ് സംസ്ഥാനത്തെ നേതൃത്വം ഇദ്ദേഹത്തെ ഭയത്തോടെ കണ്ടിരുന്നത്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് വഴങ്ങിയത്, ഇദ്ദേഹത്തിന് പുതിയ പോസ്റ്റ് കൊടുത്തത് എന്നതിലാണ് എനിക്ക് കൂടുതൽ വിഷമവും കൂടുതൽ KPCC നേതൃത്വത്തോടും VD സതീശനുള്ള എതിർപ്പും. ഇത് ശരിയായ നടപടിയല്ല. ഒരാൾ കുറ്റവാളി, അദ്ദേഹത്തിന് മാനസികമോ ശാരീരികവുമായ പല പ്രശ്നങ്ങളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത്തരം ആളുകളെ വെച്ചു പൊറുപ്പിക്കുകയും അദ്ദേഹത്തെ MLA സ്ഥാനാർത്ഥിയായി മറ്റൊരു ജില്ലയിൽ കൊണ്ട് പ്രതിഷ്ഠിക്കുകയും അദ്ദേഹത്തിന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വ പദവി നൽകുകയും ചെയ്തത് ഒരു ചെറിയ കാര്യമല്ല, ചെറിയ തെറ്റല്ല, അക്ഷന്തവ്യമായ തെറ്റാണ്. ഒരു സംശയവുമില്ല, അതിൻ്റെ പുറകിൽ ശക്തമായ ഭീഷണിയുണ്ട്. ഇവർക്കെല്ലാം മറച്ചു വയ്ക്കാൻ പലതുമുണ്ട്. ഈ KPCC നേതൃത്വവും AICC ജനറൽ സെക്രട്ടറി അടക്കം ഈ തെറ്റിൻ്റെ ഉത്തരവാദികളോ കൂട്ടുപ്രതികളോ ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവർക്കും ഈ തെറ്റിൽ നിന്നോ ഈ ശാപത്തിൽ നിന്നോ പിന്മാറാൻ പറ്റില്ല എന്നതിൽ യാതൊരു തർക്കവുമില്ല. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. നേരത്തെ സരിന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ഷിപ്പി സരിൻ, ഇപ്പോൾ താങ്കളും ഈ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ ഇതിനോടകം മറ്റ് സോഴ്സുകളിൽ നിന്ന് ആർജിച്ച ആളായിരിക്കുമല്ലോ. KSU കാലം മുതൽ, അല്ലെങ്കിൽ ഡൽഹിയിൽ NSU ആയി ഭാരവാഹിത്വത്തിൽ ഉണ്ടായിരുന്ന കാലം മുതൽ പരാതികൾ ഉണ്ടായിരുന്നുവെന്ന് ഇപ്പോൾ പറയുന്നു, പല ആളുകളും സൂചിപ്പിക്കുന്നു. അപ്പോൾ പാർട്ടി നേതൃത്വത്തിനൊപ്പം നിശ്ചയമായും ഇക്കാര്യത്തിൽ അറിവുണ്ട്. കാരണം ആദ്യം വെളിപ്പെടുത്തൽ നടത്തിയ പെൺകുട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നേതൃത്വത്തെ അറിയിച്ചിരുന്നു എന്ന കാര്യം. അപ്പോൾ ഒരാളായിരിക്കില്ലല്ലോ, പല ആളുകൾ അറിയിച്ചിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ഇരിക്കലും എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന്, എനിക്ക് തോന്നുന്നു സമീപകാലത്തൊന്നും കേരളത്തിലെ കോൺഗ്രസിൽ മറ്റൊരാൾക്കും കിട്ടാത്ത അത്രയും വേഗത്തിൽ പദവികൾ സാധ്യമായി. അദ്ദേഹം ഒരു ജൂനിയർ കോൺഗ്രസ് പ്രവർത്തകനിൽ നിന്ന് വളരെ പെട്ടെന്ന് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ്, അതിനുശേഷം അദ്ദേഹം വളരെ സുപ്രധാനമായ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി തുടങ്ങിയവയാവുന്നതൊക്കെ നമ്മൾ കണ്ടു. വളരെ പെട്ടെന്ന് ലാഡറുകൾ ഓടിക്കയറിയ ആളാണ്. അപ്പോൾ ഈ പരാതികൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് എങ്ങനെയാണ് അതിനെ കാണേണ്ടത്? ഇപ്പോൾ 24 മണിക്കൂറിനകം ഞങ്ങൾ നടപടിയെടുത്തില്ല എന്ന് KC വേണുഗോപാലും VD സതീശനും ഒക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ 24 മണിക്കൂറിനകം ഒരു കാര്യം അറിഞ്ഞ ഉടനെ എടുത്ത നടപടിയായി അതിനെ കാണണോ? നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഈ പടികളൊക്കെ പെട്ടെന്ന് നടന്നു കയറിയത് അദ്ദേഹത്തിന്റെ അസാമാന്യമായ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ആ പെർഫോമൻസ് എന്ത് എന്ന് കേരള പൊതുസമൂഹം ഇനി വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും.
ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, കോൺഗ്രസ് ചെന്നുപെട്ടിരിക്കുന്ന ഒരു പക്ഷേ രാഷ്ട്രീയ അബദ്ധം എന്ന് വിളിക്കാവുന്ന ഒരു സ്ഥിതി വിശേഷമാണ്. നോക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തപ്പെട്ടു, അല്ലെങ്കിൽ അദ്ദേഹം തന്നെ രാജിവെച്ച് ഒഴിഞ്ഞു. ഏതു തന്നെ ആയാലും അദ്ദേഹം ഒരു പദവിയിൽ ഇന്നില്ല. അതിന് ഒരു എഴുതപ്പെട്ട പരാതിയുമില്ല. ആരും ഇതുവരെയും ഔദ്യോഗികമായിട്ട് പാർട്ടിക്ക് പോലും പരാതി നൽകിയിട്ടില്ല എന്ന് ആവർത്തിച്ച് KPCCയുടെ പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ്, AICCയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളൊക്കെ പറയുമ്പോഴും ആൾ ഇപ്പോ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനല്ല. നാളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇത് മുൻപ് കേട്ടുകേൾവിയില്ലാത്ത വിധം, ഒരുപക്ഷെ ഈ നേതാക്കൾക്ക് പോലും പരിചയമില്ലാത്ത വിധമുള്ള രതിവൈകൃതങ്ങളുടെ ഒരു വലിയ അക്ഷയഖനിയായിട്ട് ഇത് ഓരോന്നായി ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടേയിരിക്കും. ആ സമയങ്ങളിൽ കേരളത്തിന്റെ പൊതുസമൂഹം മൂക്കത്ത് വിരൽ വെക്കും, നാണിച്ച് തല താഴ്ത്തും. അതിൻ്റെതായിട്ടുള്ള ഒരുപക്ഷെ ഇരയാക്കപ്പെട്ടവർ, ഇതിന് നിന്നുകൊടുക്കേണ്ടി വന്നവർ, അവരുടെ ആത്മാഭിമാനം പണയം വെച്ച് ഇതിനൊക്കെ വേണ്ടി ഒരു പക്ഷേ ഒരുപാട് വാതിലുകൾ മുട്ടിയിട്ടും തുറക്കാതെ അതൊക്കെ കൊട്ടിയടക്കപ്പെട്ടവർ, അവർക്ക് ഇഷ്ടമുള്ള വഴികളിലൂടെ ഈ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് അത് എത്തിക്കാൻ ശ്രമം നടത്തുമ്പോൾ കോൺഗ്രസ് എത്ര കാലം ഔദ്യോഗികമായ പരാതിയില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഇനി MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ന്യായം നടിക്കും എന്നുള്ള അപകടകരമായ ഒരു രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസ് ക്ഷണിച്ചു വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് ക്ഷണിച്ചു വരുത്തിക്കൊണ്ടിരിക്കുന്ന അപകടം ഇവിടെ ബോധപൂർവം രാഹുൽ മാങ്കൂട്ടത്തിൽ സൃഷ്ടിച്ചെടുക്കുക കൂടിയാണ് ചെയ്യുന്നത്. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ ഉപയോഗിച്ച ബോഡി ലാംഗ്വേജും ധാർഷ്ട്യവും ആരും തെറ്റിദ്ധരിക്കേണ്ട, അത് കേരള പൊതുസമൂഹത്തിനോടുള്ള നേരിട്ടുള്ള വെല്ലുവിളിയല്ല. പകരം എന്നെ പുറത്താക്കാനും എനിക്കെതിരെ കരുക്കൾ നീക്കാനും എന്റെ കൂടെ നിന്നവരിൽ നിങ്ങൾ ആരെങ്കിലും ധൈര്യപ്പെട്ടാൽ വീഴുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല, വലിച്ചു താഴെയിടും എന്നുള്ള അദ്ദേഹത്തിന്റെ സോഫ്റ്റ് മെസ്സേജിംഗ് ആണ്. ആ മെസ്സേജിംഗ് 3-4 പേരിലേക്കാണ് കൃത്യമായി പോയിരിക്കുന്നത്. ഒന്ന്, ഇത്രയും കാലം അദ്ദേഹത്തെ സംരക്ഷിച്ച് നിർത്തുകയും അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തുകയും തിരിച്ച് അദ്ദേഹം ഉപയോഗിക്കുകയും ചെയ്തിരുന്ന പ്രതിപക്ഷ നേതാവ്, ആ പ്രതിപക്ഷ നേതാവിന്റെ എന്തൊക്കെ രഹസ്യങ്ങളാണ്, എന്തൊക്കെ ചെയ്തികളാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിലുള്ളത് എന്ന് പ്രതിപക്ഷ നേതാവിന് അറിയാം. രണ്ടാമത്, തന്റെ മെന്ററായിരിക്കുന്ന ഷാഫി പറമ്പിൽ, ആ മെന്ററായിരിക്കുന്ന ഷാഫി പറമ്പിൽ കേരള പൊതുസമൂഹത്തോട് പറഞ്ഞത്, പാലക്കാട്ടെ വോട്ടർമാരോട് പറഞ്ഞത്, പാലക്കാട്ട് ഏറ്റവും എലിജിബിൾ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ ഞാൻ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും മെറിറ്റുള്ള ഒരു കാൻഡിഡേറ്റിനെ ഞാൻ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇനി പാലക്കാട്ടേക്ക് ഷാഫിക്ക് വരാൻ പറ്റുമോ? പോട്ടെ, വടകരയിലേക്ക് വരുമ്പോൾ തന്നെ ഒന്നുകിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനമടക്കം രാജിവെക്കേണ്ടി വരും എന്നുള്ളത് ഷാഫി തിരിച്ചറിയുന്നുണ്ട്. അപ്പോ ആ രാജി എപ്പോൾ വരും എന്നുള്ളതിന് അവർക്കൊരു പരാതി വേണം എന്നുള്ളതാണ് അവരിപ്പോൾ ആവർത്തിച്ച് പറയുന്നത്. ആ പരാതി വരാതിരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ നീക്കും. ആ പരാതി വന്നു കാണണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ അദ്ദേഹത്തിൻ്റെതായ കാര്യങ്ങൾ നീക്കും. ഇനി AICCയിൽ ഇരിക്കുന്ന കേരളത്തിന്റെ പ്രതിനിധിയായിട്ടും AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിട്ടും ഇരിക്കുന്ന ശ്രീ KC വേണുഗോപാൽ, അദ്ദേഹത്തിനും ഇതെല്ലാം കൂടി ഒന്ന് അവസാനിപ്പിക്കണം. കേരളത്തിലെ കോൺഗ്രസിന്റെ പുഴുക്കുത്തുകളെ ഒന്ന് കൃത്യമായും ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കാൻ കിട്ടുന്ന അവസരമാണെങ്കിൽ അത് എന്നേക്കുമായി അവസാനിപ്പിച്ച് പുതിയൊരു അധ്യായം തുടങ്ങണമെന്ന് വിചാരിക്കുമ്പോൾ ആ അധ്യായം അടയ്ക്കാൻ ഇവർ 3 പേരും ചേർന്ന് വ്യത്യസ്തങ്ങളായിട്ടുള്ള സമീപനങ്ങൾ എടുക്കുന്നത് കൊണ്ട് തന്നെ സമ്മതിക്കുകയുമില്ല. ഈ അപകടം, എഴുതപ്പെട്ട ഒരു പരാതി പോലും പോലീസിൽ രജിസ്റ്റർ ചെയ്യാതെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടിന്റെ MLA സ്ഥാനം രാജിവെക്കുന്ന സ്ഥിതിവിശേഷം കേരളത്തിൽ ഇനി വരാൻ പോകുന്ന വെളിപ്പെടുത്തലുകളുടെയും ഒരുപക്ഷെ ആ യുവതികൾ, ആ ചെറുപ്പക്കാരികൾ, അവർ ഓരോരുത്തരും അവർക്ക് സ്വീകരിക്കാൻ ഇഷ്ടമുള്ള വഴികളിലൂടെ അത് വിളിച്ചു പറയാൻ. കാരണം രാഹുൽ നടത്തിയത് അതാണല്ലോ. രാഹുൽ നടത്തിയ വിലപേശൽ എന്തായിരുന്നു? ധൈര്യമുണ്ടെങ്കിൽ കേസ് കൊടുക്ക്, കേസ് എടുക്കുമ്പോൾ നീ കൂടിയാണല്ലോ അപകീർത്തിപ്പെടുന്നത് എന്നും, അങ്ങനെ നീ അതിന് മുതിരില്ല എന്നും. അങ്ങനെ അദ്ദേഹം നടത്തിയ ആ വിലപേശലിന് തിരികെ ഇച്ഛാശക്തിയുള്ള ആത്മാഭിമാനമുള്ള പെൺകുട്ടികൾ തിരിച്ച് നടത്തുന്ന ഒരു പ്രതികരണത്തിന്റെ രീതി, അത് കോൺഗ്രസ് വിചാരിച്ച പോലെ അല്ലാതെ ആകുമ്പോൾ കോൺഗ്രസ് വീണു പോകുന്ന അപകടം, എങ്ങനെയാണോ ഒരു രാത്രി കൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ പടിയിറങ്ങിയത്, അതുപോലെ തന്നെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ, കേരളത്തിന്റെ കൃത്യമായ പൊതുബോധ്യത്തിന്റെ മുന്നിൽ രാഹുൽ നടത്തിയിരിക്കുന്ന രതിവൈകൃതങ്ങൾ ഇന്ത്യയിൽ തന്നെ ഒരു ഏതെങ്കിലും തരത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ക്രൈമുകളുടെ രീതിയിലേക്ക് വരില്ല. പ്രജ്വൽ രേവണ്ണയുടേതാണ് നമുക്കറിയാവുന്ന ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ ഇരുന്നു കൊണ്ട് തന്റെ സ്ഥാനങ്ങൾ, തന്റെ അധികാര ചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരാൾ വഴിവിട്ട് നടത്തിയ സീരിയൽ ആയിട്ടുള്ള സെക്ഷൽ ഒഫൻസസ്. അങ്ങനെ പ്രിഡേറ്ററി ഇൻസ്റ്റിങ്ക്റ്റ് ഉള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ശാരീരിക മാനസിക അവസ്ഥയിലേക്ക് ചുറ്റുമുള്ള പെൺകുട്ടികളെ
പെൺകുട്ടികളെ മാത്രമല്ല ട്രാൻസ്ജെൻഡേഴ്സിനെ ഇനി സെയിം സെക്സ് ഒഫൻസുകൾ ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. ഇനി അത് വരും, അതും പുറത്തേക്ക് വരും, ഒരു സംശയവും വേണ്ട. കാരണം ആണും പെണ്ണും തിരിച്ചറിയാൻ പറ്റില്ല, അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന പ്രയോഗം പോലെ തന്നെ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ സെക്ഷൽ ടേസ്റ്റുകൾ അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമായിട്ട് അദ്ദേഹം എങ്ങനെ തുടർന്നു പോയാലും നമുക്ക് ആർക്കും വിരോധമില്ല. പക്ഷേ അത് അദ്ദേഹത്തിന്റെ പബ്ലിക് ലൈഫിൽ അദ്ദേഹം അലങ്കരിക്കുന്ന സ്ഥാനമാനങ്ങൾ, അദ്ദേഹം വഹിക്കുന്ന പദവികളൊക്കെയാണ് അതിലേക്ക് അദ്ദേഹത്തിന് ഉള്ള വഴികൾ വെട്ടിയത് എങ്കിൽ അത് ഒരുക്കി കൊടുത്തവരും അതിന് ഉത്തരം പറയേണ്ടി വരുന്ന ഒരു ഗുരുതരമായ സ്ഥിതിവിശേഷം വരും. അതുകൊണ്ട് ഉത്തരം പറയേണ്ടി വരും എന്നുള്ളതാണ് സാറിന്റെ പോയിന്റ്. ഞാൻ അതിലേക്ക് ആണ് വരുന്നത്. ഇടവേളയ്ക്ക് മുമ്പ് തന്നെ ശ്രീ അനൂപ്, ഇവിടെ നോക്കൂ, ഇപ്പൊ ഇന്ന് രാവിലെ കേരളത്തിൽ ടെലിവിഷനിൽ വെച്ച ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ചാറ്റിന്റെ ഒരാളുമായി ബന്ധപ്പെട്ട അവരുടെ പരാതി, അതുമായി ബന്ധപ്പെട്ട സ്ക്രീൻഷോട്ടുകൾ, അതുമായി ബന്ധപ്പെട്ട സ്ക്രീൻ റെക്കോർഡുകളൊക്കെ കണ്ടാണ് എഴുന്നേറ്റത്. നാളെ വേറെയും വരാം. ഓരോ സമയത്തും കോൺഗ്രസ് പ്രവർത്തകന്റെ തലയാണ് കുനിഞ്ഞു പോകുന്നത്. ഈ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് സമാഹരിക്കാനും പാർട്ടിയെ ജയിപ്പിക്കാനും സമരങ്ങൾക്ക് നേതൃത്വം നൽകാനും തല്ലുകൊള്ളാനും പിരിവിട്ട് പാർട്ടി കൊടി ഉയർത്താനും ഒക്കെ നടന്ന ഓരോ കോൺഗ്രസ്സുകാരനും രാവിലെ TV വെക്കുമ്പോൾ തല കുനിഞ്ഞു പോകുന്ന സാഹചര്യം എന്തായാലും നേതൃത്വം ഉണ്ടാക്കി കൊടുക്കരുതല്ലോ. ഇവിടെ കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമാണ്. ഈ ഫാക്ട്സിനെ ഡിസ്പ്യൂട്ട് ചെയ്യാൻ കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ കഴിയില്ല എന്നുള്ളത് വ്യക്തമായിരിക്കെ ഇനിയും പേരണോ എന്ന് പാർട്ടി ആലോചിക്കണ്ടേ? അഭിലാഷേ, ഞാൻ അങ്ങയോട് പ്രതികരിക്കാം. ഇവിടെ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ ഇരകളായ മനുഷ്യരോട്, വ്യക്തികളോട്, സ്ത്രീകളാകട്ടെ ട്രാൻസ്ജെൻഡർ ആകട്ടെ, ബഹുമാനപൂർവ്വം അവരെ കേൾക്കുക എന്നുള്ളത് തന്നെയാണ് പാർട്ടി നിലപാട്. അതിലേക്ക് ഞാൻ വരാം. അതിനു മുൻപ് ഇവിടെ ഡോക്ടർ സരിനും BJP പ്രതിനിധിയും പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ഡോക്ടർ സരിൻ ആവർത്തിച്ചു പറയുന്നുണ്ട്. രാഹുലിൻ്റെ രതി വൈകൃതം അത് അനിതര സാധാരണമായൊരു കാര്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അദ്ദേഹം പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തോട് എനിക്ക് ചോദിക്കാതിരിക്കാൻ കഴിയില്ല. രാഹുലിൻ്റേത് രതി വൈകൃതവും PK ശശിയുടേതും ശശിമാരുടേതും രതി സാമർഥ്യവുമാണോ? ഇന്ന് ശശി ഇരിക്കുന്ന കസേര എന്ന് പറയുന്നത് ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണെന്ന്. ഇത് താങ്കൾ ഇങ്ങനെ മർച്ചന്റ് ഓഫ് മൊറാലിറ്റി എന്ന് പറയും, സദാചാരത്തിൻ്റെ വ്യാപാരി. സരിൻ 1-2 ദിവസമായി അങ്ങനെ വലിയ സദാചാരത്തിൻ്റെ വ്യാപാരിയായി ഇങ്ങനെ ചാനലുകളിൽ ഇരുന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? അഭിലാഷ് നടത്തുന്ന വിമർശനങ്ങളെ അല്ലെങ്കിൽ ഇരകൾ നടത്തുന്ന വിമർശനങ്ങളെ അനുഭാവപൂർവ്വം പരിഗണിക്കുകയും അതിനെ പരിശോധിക്കുകയും ചെയ്യും. പക്ഷെ സരിൻ എന്താണ് പറയുന്നത്? സരിൻ്റെ പാർട്ടി എന്തത്ര കൊമ്പത്തെ പാർട്ടിയാണോ? ശശിയെ നിങ്ങൾ എവിടേക്കാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്? ശശിയെ നിങ്ങൾ എവിടേക്കാ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത്? മുഖ്യമന്ത്രിയുടെ ഓഫീസിലൊക്കെയാണെന്നേ. ഞങ്ങളെ സംബന്ധിച്ച് ഇത്തരം ഒരു ഇത് വന്നപ്പോൾ ഞങ്ങളടുത്ത് നിലപാട് വളരെ വ്യക്തമല്ലേ. ഞങ്ങൾ പറഞ്ഞത് എന്താ? 24 മണി പാർട്ടി പോസ്റ്റിൽ നിന്ന് അദ്ദേഹം മാറ്റി നിർത്തപ്പെട്ടു എന്ന് മാത്രമല്ല, പോലീസ് പോലും പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് ഞങ്ങളാണോ? പോലീസ് FIR ഇടട്ടെ, പാർട്ടി പരിശോധിക്കും. പോലീസ് FIR ഇടാത്തിടത്തോളം കാലം, അത്തരം കാര്യങ്ങൾ വരാത്തിടത്തോളം കാലം ചെയ്യാവുന്നതിൻ്റെ പരമാവധിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. പിന്നെ BJPയുടെ പ്രതിനിധി യെദ്യൂരപ്പയുടെ കാര്യമൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഞങ്ങൾക്ക് വളരെ കൃത്യമായൊരു നിലപാടുണ്ട്. ഞങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു കീഴ്വഴക്കത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഞങ്ങളതിനെ ന്യായീകരിക്കാൻ നിൽക്കാതെ വളരെ പെട്ടെന്ന് തന്നെ ഈ പരാതി ഞങ്ങളുടെ മുന്നിലേക്ക് പബ്ലിക് ഡൊമൈനിൽ ഉയർത്തപ്പെട്ട സമയത്ത് ഞങ്ങൾ പറഞ്ഞത് എന്താ? ഇവിടെ ഞങ്ങൾ ഇതിനെ ഓൺ ചെയ്യുന്നില്ല. പരാതിക്കാരിയെ അപഹസിക്കാനോ അപമാനിക്കാനോ ഇല്ല. അദ്ദേഹം പാർട്ടിയുടെ രാഷ്ട്രീയമായ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട് കഴിഞ്ഞു. അതൊരു പാർട്ടി നടപടിയാണെന്ന് പാർട്ടിയുടെ ഇന്ന് കേരളത്തിൽ നിന്നുള്ള ഏറ്റവും സുപ്രീം പോസ്റ്റിലിരിക്കുന്ന KC വേണുഗോപാൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതിനപ്പുറം ഈ പറയുന്ന 2 ദിവസമായി BJPയും CPIയും നടത്തുന്ന ശ്രമങ്ങളെ കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിൽ ചർച്ചയ്ക്ക് വെച്ചാൽ അത് ചർച്ചയ്ക്കിരിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നേ. ഈ പറയുന്ന പാലക്കാട് ജില്ലയിൽ നിന്ന് വരുന്ന PK ശശി മാത്രമല്ല, ശശി ഏറ്റവും ക്ലാസിക്കലായ ഉദാഹരണമല്ലേ. ഇദ്ദേഹം പറയുന്നു പ്രജ്വൽ രേവണ്ണ, കേരളത്തിലെ പ്രജ്വൽ രേവണ്ണയുടെ ആദ്യത്തെ മാതൃക എന്ന് പറയുന്നത് ശശിയല്ലേ. അവനെ പേടിച്ചാരും ആ വഴി നടപ്പിയില്ല എന്ന് പറയുന്നത് പോലെ കണ്ണൂർ ജില്ലയിലെ പാർട്ടി കുടുംബങ്ങൾക്ക് അവിടെ കഴിയാൻ പറ്റാത്ത സാഹചര്യം. CKP പത്മനാഭൻ എന്ന് പറയുന്ന നേതാവിനെ ഈ അടുത്ത കാലത്ത് പാർട്ടിയിലേക്ക് വന്ന മെമ്പറാണോ സരിൻ എന്ന് എനിക്കറിയില്ല, കാൻഡിഡേറ്റ് മെമ്പറാണോ എന്ന് അറിയില്ല. CKP പത്മനാഭന് CPM-കാർക്ക് അറിയാതിരിക്കില്ലല്ലോ. അദ്ദേഹം പരാതി കൊടുത്തു, അദ്ദേഹത്തിന്റെ മകളുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തു. CKP പത്മനാഭൻ പാർട്ടിയിൽ നിന്ന് പുറത്തായി, ശശി മുഖ്യമന്ത്രിയുടെ ഓഫീസിലായി. നിങ്ങൾ ആരുടെ കൂടെയായിരുന്നു? അപ്പോൾ സരിനെ അങ്ങനെ വലിയ സദാചാരത്തിന് ഗീർവാണ പ്രസംഗമൊന്നും വേണ്ട. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഇത്തരം കാര്യങ്ങൾ ഉയരുമ്പോൾ കോൺഗ്രസ് CPM-നെയും BJP-യെയും അഡ്രസ് ചെയ്യുമ്പോഴാണല്ലോ ഈ പ്രശ്നം. കോൺഗ്രസ് പൊതുസമൂഹത്തല്ലേ അഡ്രസ്? തീർച്ചയായും സ്ത്രീകളും പുരുഷന്മാരുമുള്ള ഈ സമൂഹത്തെ, ആ സമൂഹത്തിന്റെ മൂല്യബോധത്തെ അല്ലേ കോൺഗ്രസ് അഡ്രസ്? തീർച്ചയായും ആ അഭിലാഷ് പറഞ്ഞ ആ പോയിന്റിൽ
ഞാൻ പറയുന്നത് എന്താ, മോറൽ സുപ്പീരിയോറിറ്റി CPM BJP അവകാശപ്പെടുമ്പോൾ നിങ്ങൾ അങ്ങനെ പറയേണ്ടെന്ന് ഞങ്ങൾ പറയും. ഒരു ചർച്ചയിൽ അവരിയ്ക്കുന്നതുകൊണ്ടാണ്. അഭിലാഷ് അത് പറയുമ്പോൾ, ഇരവകൾ അത് പറയുമ്പോൾ ഞങ്ങൾ പറയുന്നത് എന്താ, ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ ഓൺ ചെയ്യില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമാണ്, VB ചെറിയാൻ എന്ന് പറയുന്ന CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം പറഞ്ഞു CPM പണ്ടെടുത്തൊരു നിലപാടിനെ കുറിച്ച്, പാർട്ടിയുടെ നേതാവിനെ കുറിച്ച് ഒരു ഗർഭത്തിന്റെ ആരോപണം വന്നപ്പോൾ ആ ഗർഭം പാർട്ടി വിരുദ്ധമാണെന്ന് CPM പറഞ്ഞിരുന്നെങ്കിൽ, ഇവിടെ ഗർഭമോ ഗർഭചരിത്രമോ ഉണ്ടെങ്കിൽ അത് പാർട്ടിയുടെ ഗർഭമാണെന്ന് പറഞ്ഞ് പ്രതിരോധിക്കാനോ പാർട്ടി വിരുദ്ധമാണെന്ന് പറഞ്ഞ് അതിനെ നേരിടാനോ കോൺഗ്രസ് നിൽക്കില്ല. ഏത് ഉന്നതനായ നേതാവായാലും അത് നിൽക്കില്ല എന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കഴിഞ്ഞേ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയം പറയാൻ ബാധ്യതപ്പെട്ട ആളുകളാ. രാഹുൽ മാങ്കൂട്ടം തന്നെ പറഞ്ഞു എന്നെ പ്രതിരോധിക്കേണ്ട കാര്യം കോൺഗ്രസ് പ്രവർത്തകർക്കില്ല എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഞങ്ങളുടെ ബാധ്യത രാഹുൽ ഗാന്ധിയുടെ മനുഷ്യാന്തസ് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയമാണ്. അല്ലാതെ ഏതെങ്കിലും വ്യക്തി, ഇന്ന് രാഹുലോ നാളെ വേറൊരു വ്യക്തിയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള ബാധ്യതയൊന്നും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിലെ ഒരു പ്രവർത്തകനുമില്ല. ഞങ്ങൾ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയം തന്നെയാണ്, വളരെ കൃത്യമാണ് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് എന്ന് മാത്രമല്ല അദ്ദേഹം തന്നെ പറഞ്ഞു നിയമ സംവിധാനത്തോട് ഞാൻ നേരിട്ടോളാന്ന്. രാഹുൽ ഇത്തരം കേസിൽ പിണറായി വിജയന്റെ പോലീസ് ഭരിക്കുന്നത്, FIR ഇടുമ്പോൾ അതിനനുസരിച്ച് രാഹുൽ മാങ്കൂട്ടം നിലപാട് സ്വീകരിക്കും, കേരളത്തിലെ പാർട്ടി സ്വീകരിക്കും. അതുവരെയുള്ള ഒരു നിലപാട് വളരെ കൃത്യവും വ്യക്തവും ആശങ്കയ്ക്കിടയില്ലാത്ത വിധം അസന്നിഗ്ധമായി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി പ്രതിപക്ഷ നേതാവ് KPCC പ്രസിഡന്റ് KC വേണുഗോപാൽ, സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി വളരെ കൃത്യമായി അടിവരയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശരി, അതാണ് കോൺഗ്രസ് പറയാനുള്ള കാര്യം. എനിക്കൊരു ഇടവേള എടുക്കണം. ഇടവേളയ്ക്ക് ശേഷം ഞാൻ അതിഥികളിലേക്ക് മടങ്ങി ചർച്ചയിലേക്ക് വീണ്ടും. PR ശിവശങ്കർ, ഈ പ്രശ്നത്തെ കേരള സമൂഹം എങ്ങനെ കാണും എന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉണ്ടാകാറില്ലേ എന്ന ചോദ്യമുണ്ട്. ഇതുപോലെയുള്ള ആരോപണങ്ങൾ നേരിട്ട ആളുകൾ വീണ്ടും പൊതുരംഗത്തേക്ക് തിരിച്ചു വന്നിട്ടില്ലേ, അവരെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചില്ലേ തുടങ്ങിയ പലതരത്തിലുള്ള ചർച്ചകൾ നമ്മളിപ്പോൾ ഈ വിവാദം ഉണ്ടായതിനു ശേഷം തന്നെ സമൂഹത്തിൽ കാണുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഡിജിറ്റൽ തെളിവുകളുള്ള ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് സവിശേഷമായ അപമതിപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. മുമ്പത്തേതുപോലെ ആരെങ്കിലും വന്ന് ആരോപണം ഉന്നയിക്കല്ല, മറിച്ച് എന്താണോ നടന്നത് അത് വെളിവാവുകയാണ്, അതിന്റെ തെളിവുകൾ പുറത്തേക്ക് വരികയാണ്. അപ്പോൾ പണ്ട് എങ്ങനെയാണോ ഇത്തരം കാര്യങ്ങളെ കണ്ടത് അതേ നിലയിലും അതേ മൂല്യബോധത്തിലും ഇതിനെ നേരിട്ടാൽ മതി, അഡ്രസ് ചെയ്താൽ മതി എന്ന് രാഷ്ട്രീയ കക്ഷികൾ വിചാരിച്ചാൽ അത് ശരിയാവുമോ? ഒരിക്കലുമില്ല അഭിലാഷ്, ഇത് ഒരിക്കലും അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഇത് ഒന്ന് മറ്റ് ആരോപണങ്ങളെ പോലെ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ നേതാക്കൾക്ക് നേരെ ഉണ്ടായ ആരോപണങ്ങൾ പോലെയല്ല. ഇത് കുറേയും കൂടി ക്രൂരവും കുറേയും കൂടി മനുഷ്യത്വ സ്ത്രീ വിരുദ്ധവുമൊക്കെയാണ്. അത് അതിൻ്റെയൊക്കെ അപ്പുറം വളരെ ക്രൂരമാണ്. അത് ഒന്നും രണ്ടുമല്ല, ധാരാളമുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്കിപ്പോൾ എന്തുകൊണ്ടാണ് VR അനൂപൊക്കെ അങ്ങനെ വിശ്വസിക്കുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് വ്യക്തമായി വിശ്വസിക്കാവുന്ന സോഴ്സിൽ നിന്ന് കിട്ടിയ ന്യൂസുകളിൽ 3-3.5 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇത്തരം ആരോപണങ്ങൾ ഒരു വളരെ കേരളം മുഴുവൻ അറിയുന്ന വളരെ പ്രസിദ്ധനായ ഒരു നേതാവിൻ്റെ മകൾക്കുണ്ടായിരുന്നു, തിരുവനന്തപുരത്തുള്ളൊരു ആളുടെ മരുമകൾക്കുണ്ട്. ഞാൻ കൂടുതൽ സൂചിപ്പിക്കില്ല, കാരണം അവരെ ഞാൻ വിഷമിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതെല്ലാം പ്രതിപക്ഷ നേതാവിനും ഇദ്ദേഹത്തിനും അറിയാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് ഇന്നലെയോ ഇന്നോ നടന്ന ഒരു ആരോപണത്തിൻ്റെയോ കുറ്റകൃത്യത്തിൻ്റെയോ പേരിൽ എടുത്ത നടപടിയല്ല. കാരണം ഇവർക്ക് നേരത്തെ അറിയാമായിരുന്നു. അറിഞ്ഞിട്ടും ഇദ്ദേഹത്തെ സംസ്ഥാന യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാക്കി, പ്രസിഡൻ്റാക്കി, അതിനുശേഷം MLA സ്ഥാനാർത്ഥിയാക്കി. ഇതെല്ലാം നടക്കുന്നത് മറ്റൊരു ഗോഡ് ഫാദറിൻ്റെ പിന്തുണയോടെ ആണ്. മാത്രവുമല്ല, മറിച്ച് ഇവരെ എല്ലാം ഭീഷണിപ്പെടുത്തുന്ന തരത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പുതിയ ഗ്യാങ്ങിൻ്റെ, അവരാണ് ഇപ്പം ഒരു യൂത്ത് ബ്രിഗേഡ്, അവരാണ് ഇപ്പോൾ KPCCയെ നിയന്ത്രിക്കുന്നത് എന്ന രീതിയിൽ KPCC തന്നെ എൻ്റെ പല സുഹൃത്തുക്കളും പറയുന്നു. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഇതൊരു വലിയ ഒരു രീതിയായി മാറിയിരിക്കുന്നു. ഇത്തരം ആരോപണങ്ങൾ മുൻപേ അറിഞ്ഞിട്ടും ഈ നേതാക്കൾ, നമ്മളെല്ലാം വളരെ ബഹുമാനത്തോടെ കണ്ടിരുന്ന ഈ നേതാക്കൾക്ക് ഒന്നുകിൽ ഇവരെ ഭയമാണ്, അല്ലെങ്കിൽ ഇവരുടെ എല്ലാം പിൻകാലങ്ങൾ അറിയുന്ന അല്ലെങ്കിൽ മുൻകാല ചെയ്തികൾ, അതിൻ്റെ ഡിജിറ്റൽ തെളിവുകൾ വെച്ചുകൊണ്ട് ഇവരെ ഭീഷണിപ്പെടുത്തുവാണോ എന്ന ഒരു സംശയം കൂടി സംസ്ഥാനത്തെ പല കറകളഞ്ഞ കോൺഗ്രസ്സുകാർക്കുമുണ്ട്. BJPക്കാർക്ക് മാത്രമല്ല, CPMൻ്റെ ആൾക്കാർക്ക് മാത്രമല്ല, പല നല്ല കോൺഗ്രസ്സുകാർക്കും വലിയ സംശയമുണ്ട്. ഈ യൂത്ത് ബ്രിഗേഡ് ഈ സംസ്ഥാനത്തെ പ്രബലരായ പല നേതാക്കളെയും എന്തൊക്കെയോ കാണിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിയാണ് ഇവരെ ഈ നടപടികളിൽ നിന്ന് കഴിഞ്ഞ 3-4 വർഷങ്ങളായി പിടിച്ചു നിർത്തിയിരുന്നത് എന്നത് ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് സംസ്ഥാനത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല ഒരു കുറ്റവാളി. അദ്ദേഹം കുറ്റം ചെയ്തു. കുറ്റമെന്ന് വെച്ചാൽ ചെറിയ കുറ്റമല്ല കേട്ടോ, ധാരാളം കുറ്റകൃത്യങ്ങൾ
അതൊന്നും അതിൻ്റെ ഒരു മലയാളത്തിലൊന്നും തന്നെ വിവരിക്കാൻ ഞാൻ തയ്യാറല്ല. ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയക്കാരനും കേരളത്തിൽ ഇപ്പോൾ അദ്ദേഹം മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരുടെയൊക്കെ പേര് പറയുന്നുണ്ട്. നിങ്ങൾ അങ്ങനെയല്ല, അത് കാരണം ഞങ്ങളും ഇങ്ങനെ ചെയ്യാം എന്നുള്ള നീതി ശരിയല്ല. ഞങ്ങൾ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തണം. പക്ഷേ ഞങ്ങളിപ്പോൾ ഒരു കോൺഗ്രസ് അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വ്യാപ്തി നമ്മളൊന്നും മനസ്സിലാക്കാൻ പറ്റാത്തതാണ്. പെൺകുട്ടികളോട് പറഞ്ഞ രീതി അതൊന്നും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. ഒരു കാരണവശാലും MLA ആയിട്ട് ഇരിക്കാൻ പറ്റാത്തതാണ്. ഇതൊക്കെ മനസ്സിലാക്കിയ പിതൃതുല്യനായ ആളുകൾ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ വീണ്ടും ഉന്നതങ്ങളിലേക്ക് കടത്തിവിട്ടത്? മറ്റു കുട്ടികൾ കൂടി തൻ്റെ കൂടെയുള്ള എത്രയോ സുഹൃത്തുക്കൾ KPCCയിലെ ഒരു സംസ്ഥാന സെക്രട്ടറി, വനിതാ സെക്രട്ടറി നേരിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിന്ന് പോലീസിൻ്റെ കയ്യിലുണ്ട്. അത്തരം കംപ്ലൈൻറ്റുകൾ ഇന്നുണ്ട്. ഒരു സംശയമില്ലാതെ പുറത്തേക്ക് വരും. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇവർക്കും അറിയാമായിരുന്നു എന്ന് തന്നെയാണ്. എൻ്റെ സംശയം അവിടെയാണ്. ഇത്രയേറെ ക്രൂരകൃത്യങ്ങൾ ഒരു സ്ത്രീകൾക്കെതിരെ കേരളം മുഴുവൻ നടന്നിട്ടും, മിക്കവാറും എല്ലാ ജില്ലയിലും, കാസർഗോഡ് ഒഴിച്ചുള്ള എല്ലാ ജില്ലയിലും ആയെന്ന് എനിക്ക് തോന്നുന്നത്, ഈ നടന്നിട്ടും സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കും, AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലും ഇതിൽ നിന്ന് മാറാൻ പറ്റില്ല. അവർക്കിതിൽ ഉത്തരവാദിത്തമുണ്ട്. അവർ കൂടി ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അവരുടെ കൂടി സഹപ്രവർത്തകരുടെ നിത്യവേദനയിലാക്കിയ കുടുംബങ്ങൾ അവർ കൂടിയാണിത്. ഇതൊരു സാധാരണ പ്രശ്നമല്ല. എത്ര കോൺഗ്രസ് നേതാക്കളെ, പാവപ്പെട്ട കോൺഗ്രസ് നേതാക്കളെ അച്ഛന്മാർ കരഞ്ഞുകൊണ്ടായിരിക്കണത്. അവരുടെ വേദന ഇവർ കാണണ്ടേ? ആ പിതാവിൻ്റെ വേദന കാണണ്ടേ? സ്വന്തം വീട്ടിലേക്ക് വന്നിട്ടില്ല എന്നല്ലേ ഉള്ളൂ ഈ ഒരു എന്താ പറയുക, ഈ ഏറ്റവും മൃഗതുല്യനായ ഈ മനുഷ്യൻ എത്ര മോശമായിട്ടാണ് ഇത് പെരുമാറിയിട്ടുള്ളത്. എന്നിട്ട് ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല, അറിഞ്ഞപ്പോൾ നടപടിയെടുത്തു എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതൊന്നും ഒരു രാഷ്ട്രീയമായ എക്സ്പ്ലനേഷൻ ആണെന്ന്. ഇത് ഭീഷണിയുടെ പുറത്താണ്. സീരിയസ് ആയ ഭീഷണിയുണ്ട്. സ്നേഹത്തിൻ്റെ കട തുറക്കുമെന്ന് ഇവരൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇത്രയേറെ വിപുലമായ രീതിയിലൊരു സ്നേഹത്തിൻ്റെ കട ഇവരൊക്കെ യൂത്ത് കോൺഗ്രസ്സുകാർ തുറന്നു കളയുമെന്ന് ഞാനൊന്നും ഓർത്തില്ല. ഭയന്നു പോയി. ഒരു കാര്യം ഉറപ്പാണ്, ഭരണഘടന മാത്രമല്ല നിങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കേണ്ടത്. ഭരണഘടന മാത്രമല്ല, നിങ്ങൾ ഇടയ്ക്കെങ്കിലും കൂടെ നടക്കുന്ന സഹപാഠികളുടെ, സ്ത്രീകളുടെ അന്തസ്സും ആഭിജാത്യവും ഉയർത്തിപ്പിടിക്കുവാനും അവർക്ക് വേണ്ടിയിട്ട് പടപൊരുതാനും എന്നെങ്കിലും തയ്യാറാവണം. ഇത്തരത്തിലുള്ള ഈ മൃഗതുല്യരായ ഈ മനുഷ്യരെ പാർട്ടി ഓഫീസിലെന്നല്ല പുറത്തേക്ക് ഇറത്തരുത് എന്ന് കോൺഗ്രസ്സുകാർ പറയണം. നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഞങ്ങൾ, ഒരു സംശയവുമില്ല. ഇത്തരത്തിലുള്ള സ്ത്രീ വിരുദ്ധ MLA-മാരെ റോട്ടിലേക്ക് കാണുവാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അത് പോലീസ് സ്റ്റേഷനിൽ പരാതി ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ പരാതി എഴുതിക്കൊടുത്തോ എന്നുള്ളതല്ല. ഈ പെൺകുട്ടികൾ നിറ കണ്ണോടെ പറഞ്ഞ കാര്യം ഡിജിറ്റൽ തെളിവായിട്ട് ടെലിവിഷൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇതിലും കൂടുതൽ ആ പെൺകുട്ടികൾ എന്ത് പറയാനാ? ഞങ്ങളുടെയൊക്കെ വീട്ടിലായിരുന്നെങ്കിൽ ഇതൊന്നും പുറത്തിറങ്ങി നടക്കില്ലായിരുന്നു, ഒരു സംശയവുമില്ല. ഇപ്പം നല്ല പാവപ്പെട്ടവർ, അവർക്ക് ചിലപ്പോൾ പറ്റിയിട്ടില്ല. പക്ഷേ ഒരു സംശയവുമില്ല, ഇവർക്ക് പ്രതികരിക്കാൻ BJP ഉണ്ടാകും. ഈ പെൺകുട്ടികളുടെ കരച്ചിൽ പാഴായി പോവില്ല. ഞങ്ങൾ നടപടിയെടുക്കും. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ, പോലീസ് നടപടിയെടുത്തില്ലെങ്കിൽ ഒരു സംശയവുമില്ല, അതിന് കഴിവുള്ള പ്രവർത്തകർ BJP-യിലുണ്ട്, യുവമോർച്ചയിലുണ്ട്. ഒരു സംശയവുമില്ല. ഇത്തരം ഈ കോൺഗ്രസിലാണെങ്കിൽ പോലും ആ പെൺകുട്ടികളുടെ കരച്ചിൽ പാഴായി പോവില്ല എന്ന് ഞാൻ ഉറപ്പു തരാൻ ആഗ്രഹിക്കുന്നു. ശരി, അവിടെ ശ്രീ സരണിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ അനൂപ്, ഈ ആദ്യത്തെ വെളിപ്പെടുത്തൽ ഉണ്ടായപ്പോൾ കോൺഗ്രസിന്റെ പ്രവർത്തകയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സഹയാത്രികയോ ആയ ആ പെൺകുട്ടി പറഞ്ഞ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു വാചകം, പ്രധാന കോൺഗ്രസ് നേതാക്കളുടെ കുടുംബാംഗങ്ങൾ, ഭാര്യമാരും മക്കൾ പോലും ഈ തരത്തിലുള്ള മോശമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇരയായി, അവരും ഇരകളാണെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു പരാതി പൊതുസമക്ഷം ഒരാൾ വന്ന് പറഞ്ഞതിൻ്റെ 24 മണിക്കൂർ കൊണ്ട് പാർട്ടി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി എന്ന് പറയാം. അതിനു മുമ്പ് പാർട്ടി നേതാക്കൾക്ക് ഈ കാര്യം ബോധ്യമുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ അത്രയും ഗുരുതരമായ ഒരു കാര്യം നടന്നു എങ്കിൽ അത് ബോധ്യമുണ്ടായിട്ട് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം ആ കാലഘട്ടത്തിലും ഇദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്തെങ്കിൽ അത് അത്ഭുതകരമാണ്. അവിടെ ഞാൻ ഈ ഗൂഢാലോചന തിയറി ഒന്നും ശരിവെക്കുന്നൊന്നുമില്ല, എൻഡോഴ്സ് ചെയ്യുന്നൊന്നുമില്ല. അത്രയും ഗുരുതരമായ കാര്യത്തിൽ ബോധ്യമുണ്ടായിട്ടും എന്തുകൊണ്ട് ആക്ട് ചെയ്തില്ല എന്ന ചോദ്യത്തിന് പക്ഷേ കോൺഗ്രസ് ഉത്തരം പറയേണ്ടി വരും. അഭിലാഷേ, അങ്ങ് പറഞ്ഞതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് BJP-യുടെ പ്രതിനിധിയുടെ സ്ത്രീത്വത്തിൻ്റെ സംരക്ഷണ കവചം ഉയർത്തി കാണിക്കുന്നത് കണ്ടു. ആസിഫ ബാനുവിനെ കുറിച്ച് അങ്ങേക്ക് അറിയാമല്ലോ. പരമപവിത്രമായ ഒരു ദേവസ്ഥാനത്ത് വെച്ച് ബലാത്സംഗം ചെയ്യപ്പെട്ട ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിൻ്റെ വെറുപ്പിൻ്റെ വാഹകരാണ് നിങ്ങൾ. കത്തുവ അതൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല. അതൊക്കെ അതിൻ്റെ നിലപാട് തറയിൽ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ നിങ്ങളുടെ അവസരത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ കോൺഗ്രസിന് നീതിബോധം പഠിപ്പിക്കുമ്പോൾ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. താങ്കൾക്ക് താങ്കളുടെ അവസരത്തിൽ പറയാം. അപ്പോൾ ഞാൻ പറയുന്നത് ഒരു കാര്യം മാത്രമാണ്. അഭിലാഷ് പൊതുസമൂഹത്തിൻ്റെ കൂടി പ്രതിനിധിയായി ഞങ്ങളോട് ചോദ്യങ്ങൾ ഉയർത്തുമ്പോൾ ഞങ്ങളതിനോട് പ്രതികരിക്കും.
പക്ഷെ BJPയുടെ പ്രതിനിധി, CPMന്റെ പ്രതിനിധി ഇവിടെ മോറൽ സുപ്പീരിയർ ആവാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾക്ക് അതിനോട് പ്രതികരിക്കണമെന്നേ, ഞങ്ങൾക്ക് പറയണം. നിങ്ങളത് പറയരുത്, നിങ്ങൾക്കത് പറയാനുള്ള യോഗ്യതയില്ല. രണ്ടും രണ്ടായി കാണും. ഈ ചർച്ചയ്ക്കകത്ത് അഭിലാഷ് പറയുന്ന ആശങ്കകളെ അഡ്രസ് ചെയ്യുന്നതിന് എനിക്കൊരു അഭിമാനക്കുറവില്ല. അത് കൃത്യമായി ഞാനത് ഉൾക്കൊള്ളും. പക്ഷേ BJPയുടെ പ്രതിനിധി ഞങ്ങൾ ഈ സ്ത്രീത്വത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ അടിപൊളി കക്ഷികളാണ് എന്ന് പറഞ്ഞ് സമ്മതിച്ചു തരലാണോ എൻ്റെ ജോലി? അതുപോലെ P. ശശിയുടെ പാർട്ടിയുടെ പ്രതിനിധി വന്ന് ഇവിടെ ഞങ്ങളോട് ക്ലാസ് എടുത്താൽ എനിക്ക് അംഗീകരിച്ചു തരാൻ കഴിയുമോ? കഴിയില്ല. ഇനി അഭിലാഷ് പറഞ്ഞതിലേക്ക് വരാം. അഭിലാഷ് ചോദിക്കുന്ന ചോദ്യം വളരെ ന്യായമാണെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം സ്വാഭാവികമായും ആരും ചോദിക്കാവുന്നൊരു ചോദ്യമാണ്. നിങ്ങളിത് അറിഞ്ഞിട്ട് നിങ്ങൾ എന്തു ചെയ്തു എന്ന് ഒരു സാധാരണക്കാരൻ സ്വാഭാവികമായി ചോദിക്കുന്നൊരു ചോദ്യമാണ്. പക്ഷേ ഇതിനകത്ത് എന്താ പ്രശ്നം? ഈ പരാതിക്കാരി പോലും പറയുന്നത് എന്താ? പരാതിക്കാരിയുടെ വാചകം അഭിലാഷെ അങ്ങ് ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. പരാതിക്കാരി പറഞ്ഞതെന്താ? എനിക്ക് ഇദ്ദേഹത്തിനെതിരെ നിയമപരമായി നടപടി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അവർ പറഞ്ഞ വാചകം ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, ഇയാൾ നവീകരിക്കപ്പെടണം. ഇയാളെ നവീകരിക്കാനുള്ള പരിശ്രമങ്ങൾ അവർ നടത്തി. അതുപോലെ നവീകരിക്കപ്പെടണമെന്ന് നേതൃത്വത്തോട് പറഞ്ഞ് നവീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ഒരു ഘട്ടത്തിൽ തുറന്നു പറയുകയും പബ്ലിക് ഇത് അറിയണമെന്ന ഘട്ടത്തിൽ പബ്ലിക്കായൊരു നടപടി വേണമെന്ന് അവർ ആഗ്രഹിച്ചതിൻ്റെ 24 മണിക്കൂറിലാണ് നടപടി നടത്തിയിരിക്കുന്നത്. അതിനു മുമ്പ് അത്തരം ഒരു ആഗ്രഹ ചിന്ത ഇവർ പ്രകടിപ്പിച്ചിട്ടില്ല. ഇവർ പറഞ്ഞത് എന്താ? അയാൾ നവീകരിക്കപ്പെടണം. ഇപ്പോഴും അവർ പറയുന്നത് എന്താ? ഞാനൊരു നിയമ നടപടിയുമായി പോകാൻ താല്പര്യമില്ല എന്ന് പറയുന്ന ആളുകൾക്കിടയിൽ ഇതിൽ കൂടുതൽ എന്താണ് ചെയ്യാനുള്ളതെന്ന് ആവർത്തിച്ച് ഞങ്ങൾ ചോദിക്കുകയാണ്. ഇവിടുത്തെ കേരളത്തിലെ പോലീസിംഗ് സംവിധാനം ഞങ്ങളുടേതാണോ? കേരളത്തിലെ പോലീസിംഗ് സംവിധാനം പിണറായി പോലീസ് പോലും ഇപ്പോൾ പോലെ FIR ഇട്ടിട്ടില്ലാന്നേ. പോലീസ് FIR ഇടാത്തതിന് മുമ്പ് ഞങ്ങൾ ഓടിക്കയറി ആഡി അൾട്ര ഹിയർ എന്ന് പറയുന്ന ഹിയർ അത് അതർ സൈഡ് എന്ന് പറയുന്ന ഒരു നീതിന്യായത്തിൻ്റെ ഒരു ഭാഗമല്ല. കോടതികൾ പോലും പറയും അയാൾ ഈ പറയുന്ന പോലീസ് FIR ഇടത്തോളം ഞങ്ങൾ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്? ഞങ്ങൾക്ക് രാഷ്ട്രീയമായി ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ സ്വീകരിക്കുന്നതിന്റെ പരമാവധിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇതിൽ BJPയും CPM മുൻകാലങ്ങളിൽ P. ശശിയുടെ അല്ലെങ്കിൽ യെദ്യൂരപ്പ വളരെ ഉന്നതമായ മൂല്യങ്ങളുള്ള പാർട്ടിയാണല്ലോ. യെദ്യൂരപ്പ ഒരു ഉന്നതാധികാര സമിതിയുണ്ട്. യെദ്യൂരപ്പയുടെ പേരുള്ള ചാർജ് എന്താ? അപ്പോൾ നിങ്ങളിങ്ങനെ ആർഷഭാരത സ്ത്രീ സംരക്ഷകരും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സ്ത്രീ സംരക്ഷകരും ആയിരുന്ന് ഞങ്ങളെ സ്ത്രീ സംരക്ഷണം പഠിപ്പിക്കേണ്ട. അഭിലാഷ് ഉൾപ്പെടെയുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ അതിന്റെ ജെനുവിനായി മെറിറ്റ് ഓറിയന്റഡ് ആയി പറഞ്ഞാൽ ഞങ്ങൾ അതിനോട് പ്രതികരിക്കും. ശരി, ഡോക്ടർ സൈറിൻ, ഇവിടെ ഇപ്പോൾ എന്തുകൊണ്ടായിരിക്കും കോൺഗ്രസ് ഇത്രയും കാലം ഇത് മൂടിവെച്ചത് പോട്ടെ, അതിനകത്ത് കറക്റ്റ് ചെയ്യാമല്ലോ, എന്തുകൊണ്ടായിരിക്കും അത് കറക്റ്റ് ചെയ്യാതിരുന്നത് എന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? 3.5 കൊല്ലം മുമ്പ് എന്തായാലും പ്രതിപക്ഷ നേതാവിന്റെ മുമ്പിൽ പരാതി പറഞ്ഞിട്ടുണ്ട് എന്ന് ആദ്യമായി ഈ വെളിപ്പെടുത്തൽ നടത്തിയ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം. മറ്റ് പരാതികൾ ഉണ്ട് എന്ന് നമ്മൾ സ്വാഭാവികമായും വിചാരിക്കണം. അപ്പോൾ ഒരു പക്ഷേ അതിനകത്ത് ഇപ്പോൾ താങ്കളും കഴിഞ്ഞ 1 കൊല്ലം മുമ്പ് വരെ ആ പാർട്ടിക്കകത്ത് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ നേതാക്കൾ ഇടപെട്ട് ശാസിക്കുകയും ഈ പറഞ്ഞതുപോലെ സ്വയം നവീകരിക്കപ്പെടുമെന്ന വിശ്വാസത്തിൽ അവർ ശാസിച്ചുകൊണ്ടേയിരുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? അഭിലാഷ്, ഞാൻ ഈ ചർച്ചയിൽ അഭിലാഷ് ഉപയോഗിച്ചിരിക്കുന്ന ടൈറ്റിൽ കാർഡിലേക്ക് പ്രേക്ഷകരുടെ ശ്രദ്ധ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. രാഹുൽ പൊതുപ്രവർത്തനം നിർത്തണോ എന്ന് അഭിലാഷിന് 10-48 മണിക്കൂർ കൊണ്ട് ഒരു ചർച്ചയുടെ ടൈറ്റിലായി വെക്കാൻ അഭിലാഷിന് തോന്നിയത് ഒരു കേസ് പോലും രാഹുലിനെതിരെ രജിസ്റ്റർ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലല്ല. ഒരു പക്ഷേ കേട്ടുകേൾവിയില്ലാത്ത വിധമുള്ള കഥകൾ ഓരോന്നായി പുറത്തു വരുന്ന സമയത്ത് ഈ ചെറുപ്രായത്തിനുള്ളിൽ ചെയ്തു കൂട്ടിയ ചെയ്തികൾക്ക് അതിന് ഇരയാകേണ്ടി വന്ന പെൺകുട്ടികൾക്ക് നീതി ലഭിക്കണമെന്നുള്ള താങ്കളുടെ മോറൽ കോമ്പസ്, നീതിബോധമാണ്. താങ്കൾ എന്താ ചോദിച്ചത്? MLA സ്ഥാനം രാജിവെക്കണോ എന്നല്ല. താങ്കൾ അതിന് ടൈറ്റിൽ ചെയ്തിരിക്കുന്നത് പോലും രാഹുൽ പൊതുപ്രവർത്തനം നിർത്തണ്ടേ എന്നുള്ളതാണ്. ഇവിടെ ഒരു നിമിഷത്തേക്ക് ഞാൻ CPMന്റെ പ്രതിനിധി അല്ലാതെ ഈ ചർച്ചയിൽ കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. എന്ന് വെച്ച് ഞാൻ പറയുന്നത് ആർക്കു വേണ്ടിയാണ് എന്ന് കേരള പൊതുസമൂഹം എന്താണോ അഭിലാഷ് ഈ ചർച്ചയിലൂടെ ഉയർത്തിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് അതേ തലത്തിൽ നിന്ന് സംസാരിക്കേണ്ടി വരുന്നത് കൊണ്ട് മാത്രം പറയുകയാണ്. ഈ പെൺകുട്ടികൾക്ക് വേണ്ടി, നമ്മുടെ സമൂഹത്തിനു വേണ്ടി ഈ വിഷയത്തെ ഒന്ന് വെറുതെ വിശകലനം ചെയ്തു നോക്കൂ. എന്താണ് കേരളത്തിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? തൻ്റെ അധികാര സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഒരാൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾക്ക് മറയായി നിന്നവർ, അതിന് കൂട്ടുനിന്നവർ, അയാളെ കൈവിടുന്ന സമയത്ത് അയാൾക്കൊരു ഫ്രീ ഫോൾ സംഭവിച്ച് അയാൾ മാത്രമായി അവസാനിച്ചു പോകുന്ന ഒരു അന്തർനാടകം കോൺഗ്രസിൽ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധ്യതയിലേക്കാണ് ഈ കഥകൾ പുറത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ട് അത് എത്തിച്ചേരുക. പക്ഷെ അവിടെ കൂട്ടുപ്രതികൾ എല്ലാവരും രക്ഷപ്പെട്ടു പോകും. ഈ കുട്ടികൾക്കുള്ള പരാതിയുടെ കാതൽ എന്ന് പറയുന്നത് ഇയാൾ ചെയ്തു എന്നുള്ളത് മാത്രമല്ല, ഇയാൾ ചെയ്തതിനെ ചോദ്യം ചെയ്തപ്പോ
ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് ഈ പരാതി ഉന്നയിച്ചപ്പോ എഴുതിയും പറഞ്ഞും നേരിട്ട് കണ്ടും ബോധ്യപ്പെടുത്തിയപ്പോൾ പോലും അതിനെ നിസ്സാരവൽക്കരിച്ചതിന്റെ എതിർപ്പ്, വെറുപ്പ് ഈ പെൺകുട്ടികളുടെ വാക്കുകളിൽ നമുക്ക് ഓരോരുത്തരിലും കാണാം. അവർ അത് അനുഭവിച്ച് സഹിച്ചിരിക്കുകയല്ല ചെയ്തത്. പലരും പലരോടും തുറന്നു പറഞ്ഞു. അത് മൂടിവെക്കപ്പെട്ടു. ആ മൂടിവെക്കപ്പെട്ട സ്ഥിതിവിശേഷം കേരള പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് ചർച്ചയാവുകയാണ്. അങ്ങനെ ചർച്ചയാകുന്നത് കൊണ്ടാണ് ഒരു എഴുതപ്പെട്ട പരാതി ഇല്ലാത്തപ്പോൾ പോലും അഭിലാഷിനെ കൊണ്ട് രാഹുൽ പൊതുപ്രവർത്തനം നിർത്തേണ്ടേ എന്നുള്ള ചോദ്യം ചോദിപ്പിക്കാൻ ഈ വിഷയത്തിന്റെ അർത്ഥവും വ്യാപ്തിയും അത്രത്തോളം വലുതാണെന്ന് ഉൾക്കൊള്ളാൻ അഭിലാഷിന് സാധിച്ചത്. അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത കോൺഗ്രസുകാർ ഇതിനെ നോർമലൈസ് ചെയ്യാൻ ശ്രമിക്കും. അതാണ് അനൂപ് ആവർത്തിച്ച് ചെയ്യുന്നത്. അനൂപ് ആ ട്രാപ്പിൽ വീഴുക തന്നെ വേണം എന്നുള്ളതാണ് ഞാനിവിടെ അനൂപിനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വീണ്ടും വീണ്ടും താങ്കൾ ഇത് തന്നെ പറയണം. അപ്പോൾ കേരളത്തിലെ പൊതുസമൂഹം ചോദിക്കുന്ന ചില പുതിയ ചോദ്യങ്ങളുടെ മുന്നിൽ കോൺഗ്രസിന് ഉത്തരമില്ലാതെയാകും. ആ ഉത്തരമില്ലായ്മയിൽ കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ MLA സ്ഥാനം കൂടി അങ്ങ് രാജിവെച്ച് അങ്ങ് ഒഴിവാക്കിയെടുക്കാം എന്ന് പറഞ്ഞാൽ രാഹുൽ ഈ പഠിച്ച, ഈ വിദ്യാഭ്യാസം നേടിയ, അതായത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കൂളിംഗ് നടന്നിട്ടുണ്ടല്ലോ, ആ സ്കൂളിലെ ഹെഡ് മാഷ് ആയിട്ടുള്ള ഷാഫി പെടും. ആ സ്കൂള് നടത്തുന്ന മാനേജ്മെന്റിലെ VD സതീശൻ പെടും. അപ്പൊ മാനേജറായ VD സതീശൻ, ഹെഡ് മാഷ് ആയിട്ടുള്ള ഷാഫി പറമ്പിൽ, അതിലെ വെറും വിദ്യാർത്ഥിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ, ആ വിദ്യാർത്ഥിയെ സ്കൂളിൽ നിന്ന് TC കൊടുത്ത് പറഞ്ഞു വിടാമെന്നുള്ള കോൺഗ്രസിന്റെ ന്യായത്തെ കേരള പൊതുസമൂഹം തുറന്ന് ചർച്ച ചെയ്യും. അഭിലാഷ്, ആ അപകടത്തിലേക്ക് കോൺഗ്രസ് സ്വയം വഴുതി വീണുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഏറ്റവും രസകരമായ കാര്യം, പറവൂര് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ തന്നെ പിതൃതുല്യമായി കാണുന്ന റിനി എന്ന് പറയുന്ന പെൺകുട്ടിയെ കൊണ്ട് തന്നെ VD സതീശൻ താൻ കൈയൊഴിയാൻ ആഗ്രഹിക്കുന്ന രാഹുലിനെതിരെ കഥകൾ കൃത്യമായി ജനങ്ങളുടെ മുന്നിലേക്ക് വെളിച്ചത്ത് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടതിന്റെ പ്രകാരം അവരത് ചെയ്യുന്നു. എന്നാൽ VD സതീശൻ പോലും പ്രതീക്ഷിക്കാത്ത വിധം പറവൂരിലെ തന്റെ വോട്ടറായ കോൺഗ്രസ് പ്രവർത്തകയായ ആ റിനിയെ സൈബർ കൊങ്ങികൾ മുഴുവനും തേജോവധം ചെയ്യുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MP അല്പവസ്ത്രധാരിയെന്നും വസ്ത്രധാരിയെന്നും പറഞ്ഞ് അവരുടെ ക്യാരക്ടർ അസാസിനേഷൻ നടത്തുന്നു. സതീഷിന്റെ കയ്യിൽ നിന്ന് കളി പോകുന്നു. ആരാർക്കൊക്കെയാണ് പാര വെക്കുന്നത്, ആരാർക്കൊക്കെയാണ് പിന്നിൽ നിന്ന് കുത്തുന്നത് എന്നറിയാതെ പാവം സൈബർ കൊങ്ങികൾ ഓരോരുത്തരെയും ഏറ്റുപിടിക്കേണ്ടി വരുന്നു. ഈ ഗതികേടിലേക്ക് ഈ പാർട്ടി വീണു പോകുന്നത് കണ്ടു നിൽക്കാൻ 140 വർഷത്തെ പാരമ്പര്യം അവകാശപ്പെടുന്ന കോൺഗ്രസിന്റെ മോറൽ അതോറിറ്റി സമ്മതിക്കാതെ വരുന്നൊരു സാഹചര്യം വരും. ആ സാഹചര്യത്തിൽ ഒരെഴുതപ്പെട്ട പരാതി പോലും ഇല്ലാതെ എഴുതി നൽകിയ പരാതിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരുന്ന് അതിനുവേണ്ടി വെല്ലുവിളികൾ നടത്തുമ്പോൾ കേരളത്തിന്റെ പൊതുസമൂഹം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും, ഇവനെ പേറാൻ ഇനി ഞങ്ങൾക്ക് മനസ്സില്ല. ഞാൻ അതിന്റെ ക്ലാസിക് ഉദാഹരണം പറയാം. രാഷ്ട്രീയമായ വിയോജിപ്പ് രേഖപ്പെടുത്താൻ തന്റെ ബിരുദദാന ചടങ്ങിൽ നിന്ന് ഗവർണറായി വന്ന ആളുകളിൽ നിന്ന് ബിരുദം സ്വീകരിക്കാൻ വിസമ്മതിക്കുന്ന തന്റേടികളായിട്ടുള്ള പെൺകുട്ടികൾ, സ്ത്രീകൾ, അത്തരത്തിലുള്ള ചെറുപ്പക്കാരുള്ള നാടാണിത്. തമിഴ്നാട്ടിൽ നമ്മളിത് കണ്ടു. ഒരുപക്ഷെ സംഘപരിവാറിന് ഒത്താശ ചെയ്യുന്ന ആ ഗവർണറിൽ നിന്ന് ആ ബിരുദം സ്വീകരിക്കില്ലെന്നും എന്റെ പ്രൊഫസർ തന്നാ മതി എന്നും പറയും. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി നടക്കുന്ന പൊതുപരിപാടികളിൽ അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് പൊതുസമൂഹം അയാളെ സ്വീകരിക്കുന്നത് എന്ന് കണ്ടു തുടങ്ങിക്കോളൂ. എങ്ങനെയാണ് മക്കളെ വിശ്വാസത്തോടുകൂടി ആ മനുഷ്യന്റെ അടുത്ത് നിന്ന് ഒരു സമ്മാനം കൈപ്പറ്റാൻ വിടുക, എങ്ങനെയാണ് സഹോദരിമാരെ ആ ഓഫീസിലേക്ക് ഒരു വിഷയത്തിനായി പറഞ്ഞു വിടുക, എങ്ങനെയാണ് അമ്മ പെങ്ങന്മാരെ ഒരു പക്ഷേ ഇതുപോലെ അധപ്പതിച്ചിരിക്കുന്ന, ഒരു പക്ഷേ മോറലായി എങ്ങനെ പെരുമാറണം എന്നുള്ളതിന് ഒരു യാർഡ് സ്റ്റിക്കും ഇല്ലാത്ത ഒരു മനുഷ്യന്റെ അടുത്തേക്ക് പറഞ്ഞു വിടുക എന്ന് സമൂഹം ചിന്തിക്കും. സമൂഹത്തിന്റെ ആ ചിന്തയിൽ നിന്ന് തന്നെ ഇനി MLA ആയിട്ട് തുടരാൻ സാധിക്കാത്ത വിധം ആ മനുഷ്യന്റെ രാഷ്ട്രീയത്തെ കേരളം വിലയിരുത്തും. അങ്ങനെ ഒരു പരാതിയും ഇല്ലാതെ തന്നെ രാജിവെച്ച് ഒഴിയേണ്ടി വരുന്ന സാഹചര്യം വരും. അങ്ങനെ ഒഴിയേണ്ടി വരുന്ന സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹെഡ് മാഷെയും മാനേജരെയും കൂടെ, കാരണം ഇതിനെല്ലാറ്റിനും കൂട്ടുനിന്നവര് ഇവര് 3 പേരും ഒരുമിച്ചാവുമ്പോൾ ഞാൻ മാത്രമായിട്ട് വീഴില്ല എന്നുള്ള രാഹുലിന്റെ ധാർഷ്ട്യവും ധിക്കാരവും നിറഞ്ഞ പെരുമാറ്റം കോൺഗ്രസിന്റെ അണികളെ സത്യം പറഞ്ഞാൽ സ്തബ്ധരാക്കിയിരിക്കുകയാണ്. എങ്ങനെ ഡിഫെൻഡ് ചെയ്യണം എന്നറിയാത്തവരാക്കി തീർക്കുകയാണ്. പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് ഇങ്ങനെ വിളിച്ചു പറയുന്ന ഒരാളെ നിങ്ങൾ കേസ് കൊടുക്കുക, അപ്പൊ ഞാൻ ഊരിപ്പോന്നോളാം എന്ന് പറയുമ്പോൾ കേരള പൊതുസമൂഹം പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ കേസ് ഉണ്ടെങ്കിൽ ഊരിപ്പോരാൻ നിനക്ക് കഴിയുമെന്നുള്ള നിന്റെ വിശ്വാസത്തിന്റെ പുറത്താണ് നീ അങ്ങനെ ഗീർവാണം മുഴക്കുന്നതെങ്കിൽ ഒരു കേസുമില്ലാതെ തന്നെ ഊരിപ്പോരാൻ പറ്റാത്ത വിധം കേരള പൊതുസമൂഹം രാഹുൽ മാങ്കൂട്ടത്തിൽ കത്രിക പൂട്ടിട്ട് പൂട്ടുന്നു. അതാണ് ഇനി ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങൾ. കേരളത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് ഇനി പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധം
ഒന്നൊന്നായി കഥകൾ പുറത്തു വരും. അങ്ങനെ പുറത്തു വരുന്ന കഥകളിൽ നേതാക്കളുടെ മക്കളുണ്ടാകാം, പെങ്ങന്മാരുണ്ടാകാം, ഭാര്യമാരുണ്ടാകാം. ഇതെങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണേ എന്ന് പറഞ്ഞ് ഇവനെ ബലിയാടാക്കി കളയാമെന്ന് വിചാരിച്ചാൽ പോലും ആ ബലിയാടായി പുറത്തു പോകാൻ മനസ്സില്ലെന്ന് പറഞ്ഞ് കൂടെ വീഴ്ത്താൻ വേണ്ടി രാഹുൽ ഒരുക്കിയിരിക്കുന്ന മറ്റൊരു കെണിയുണ്ട്. അതുകൊണ്ട് വിദ്യാർത്ഥിയും ഹെഡ് മാഷും മാനേജറും ഇനി ഈ കരിക്കുലം തന്നെ സെറ്റ് ചെയ്യുന്ന കോൺഗ്രസിന്റെ കേരളത്തിൽ നിന്നുള്ള അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, സംഘടനയുടെ ചുമതലയുള്ള ആളും എല്ലാം കൂടി ചേർന്ന് കോൺഗ്രസിനെ ഒരു പരുവത്തിലാക്കി എടുക്കുമ്പോൾ നിസ്സഹായരായി നോക്കി നിൽക്കാൻ മാത്രം വിധിക്കപ്പെട്ട കോൺഗ്രസ് അണികളായി ഇവർ ഓരോരുത്തരും സൈബർ ഇടങ്ങളിൽ ഇപ്പോൾ വൈകൃതങ്ങൾ കൊണ്ട് കുത്തി നിറയ്ക്കുന്ന ഓരോ കോൺഗ്രസ് അനുഭാവിയും സ്വന്തം രാഷ്ട്രീയത്തിന്റെ അസ്തിത്വം തിരിച്ചറിയേണ്ടി വരും. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഈ വിഷയത്തിന്റെ മെറിറ്റിലേക്ക്, ഈ വിഷയത്തെ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്ന ആദ്യ ദിവസത്തിൽ തന്നെ ആദ്യത്തെ വിക്കറ്റ് എങ്ങനെ പോകുമെന്നറിയാം. ആ വിക്കറ്റ് പോകുമ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുന്ന് ഇത്രയും കാലം താൻ ഇതിന് ഒത്താശ ചെയ്തു എന്നുള്ളത് അറിയുന്ന സമയത്ത് ആ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് ഒരാളെ എങ്ങനെ മാറ്റി നിർത്തണമെന്നറിയാം. വരാൻ പോകുന്നത് ഇലക്ഷൻ വർഷമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ഉള്ളിൽ ഈ രാഷ്ട്രീയ സമവാക്യങ്ങൾക്ക് വിലപേശൽ നടക്കുന്ന ഈ സാഹചര്യത്തിൽ കേരള പൊതുസമൂഹമാണ് അതിന് വില കൊടുക്കേണ്ടി വരുന്നത്. അധികാരത്തിന് വേണ്ടി കോൺഗ്രസ് എന്തും ചെയ്യുമെന്നും അതിന് നമ്മളെ കരിയാക്കിക്കൊണ്ടാണ് ഈ കാര്യങ്ങൾ നീക്കുന്നത് എന്നും തിരിച്ചറിയുന്ന കേരള പൊതുസമൂഹം കോൺഗ്രസിനെ ബഹിഷ്കരിക്കും. കോൺഗ്രസിലെ ഈ MLA അല്ല, MP ആയി തീർന്ന മറ്റൊരാളെയല്ല, പ്രതിപക്ഷ നേതാവിനെയല്ല, കോൺഗ്രസിന്റെ രാഷ്ട്രീയ സംസ്കാരം തന്നെ ജനങ്ങൾ ബഹിഷ്കരിക്കുന്ന നിലയിലേക്ക് എത്തുമെന്നാണ് സരിൻ ആരോപിക്കുന്നത്. മറുപടി പറയാനുള്ള അവസരം ഉണ്ടാവും. എനിക്ക് പക്ഷേ ഒരു ഇടവേള വേണം. അതിനുശേഷം ചർച്ച അവസാന ഘട്ടത്തിലാണ്. 2 മിനിറ്റ് മാത്രമാണ് സമയം ഓരോരുത്തർക്കും. അതുകൊണ്ട് ഷാനൂബ്, ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇപ്പോൾ പണ്ട് ഒരു മന്ത്രിയുടെ രാജിക്കാര്യത്തിൽ ഇതുപോലത്തെ ഒരു ചർച്ചയിൽ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞൊരു വാചകമുണ്ട്, ചക്ക അത് നല്ലതുപോലെ മൂത്ത് പഴുത്താൽ അപ്പോൾ തോട്ടുകെട്ടി പറിക്കണം, ഇല്ലെങ്കിൽ അത് അവിടെ നിന്ന് തന്നെ കറുത്ത് കുറച്ച് ഈച്ചയൊക്കെ ആർത്ത് പിന്നീട് അവിടുന്ന് താഴേക്ക് വീണ് പ്ലക്കും താഴെ വീണ് ആകപ്പാടെ വികൃതമായി പിന്നെ അവിടെ ഈർച്ചയാക്കുന്ന സാഹചര്യം ഉണ്ടാവും എന്ന് പറഞ്ഞതുപോലെ ഇതിപ്പോൾ കോൺഗ്രസ് പാർട്ടി എടുത്ത അധ്യക്ഷന്റെ സ്ഥാനത്ത് എടുത്ത തീരുമാനം ശരിയാണ്. ബാക്കി MLA എന്ന് പറയുന്ന കാര്യം അവിടെ നിൽക്കുകയാണ്. MLA എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ദൈനംദിനം ബന്ധപ്പെടേണ്ട ഒരു പദവിയാണ് എന്ന കാര്യം കണക്കിലെടുത്ത് ബാക്കിയുള്ള ഈ കീഴ്വഴക്കം എന്ത് എന്നുള്ളതിനപ്പുറത്ത് ഇവിടെ നടപടി എടുക്കുക ഒരു ഇലക്ഷൻ വർഷം എന്നുള്ളതല്ലേ കരണീയമായിട്ടുള്ള കാര്യം. ഞാൻ അതിലേക്ക് വരാം അഭിലാഷേ. അതിനു മുമ്പ് ഇവിടെ ഫയൽവാൻ ജയിച്ചേ എന്ന് പറയുന്ന പോലെ സരിൻ പറയാണ് അനൂപ് ഞാൻ പറഞ്ഞ ട്രാക്കിലേക്ക് വന്നു എന്ന്. സത്യത്തിൽ സരിനല്ല ഞാൻ പറഞ്ഞ ട്രാക്കിലേക്ക് വന്നത്. ഈ ചർച്ചയ്ക്കിടയിൽ സരിൻ പറഞ്ഞത് എന്താ, കുറച്ച് സമയം ഞാൻ CPM പ്രതിനിധി അല്ലാതെ മാറി നിന്ന് ചർച്ചയിൽ പങ്കെടുക്കാമെന്നാണ്. എൻ്റെ ആവശ്യം അത് തന്നെയാണെന്നേ. CPMന്റെ പ്രതിനിധിയായിട്ട് സരിൻ ഈ ചർച്ചയിൽ പറയാൻ പരിമിതികളുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങളോടൊന്നും സരിൻ പ്രതികരിച്ചില്ലല്ലോ. സരിൻ സ്കിപ്പ് ചെയ്തു പോവുകയല്ലേ. സരിൻ ശശിയുടെ കാര്യം ഞാൻ ആവർത്തിച്ച് പറഞ്ഞു, പ്രതികരിച്ചില്ല. കണ്ണൂർ ജില്ലയിൽ പാർട്ടി കുടുംബങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം വന്നില്ലേ. ഇപ്പൊ സരിൻ പറഞ്ഞ കേസ് സരിൻ സ്വയം തോറ്റു കൊടുക്കുകയാണ് കേസ്. സരിൻ എന്താ പറഞ്ഞേ, ഇവിടെ രാഹുൽ മാങ്കൂട്ടം പഠിക്കുന്ന സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ആണ് VD സതീശൻ എന്ന് പറഞ്ഞാൽ P ശശി പഠിക്കുന്ന സ്കൂളിന്റെ ഹെഡ് മാസ്റ്ററും മാനേജ്മെന്റും ഒക്കെ പിണറായി വിജയനല്ലേ. പിണറായി വിജയനെ P ശശി ബ്ലാക്ക് മെയിൽ ചെയ്തിരിക്കുകയാണോ എന്ന് സരിൻ ചോദിച്ച അതേ ഭാഷയിൽ ഞാൻ പറഞ്ഞാൽ സരിൻ എന്തു പറയും? P ശശിയെ എന്താ പിണറായി വിജയൻ പേടിക്കുന്നത്? പിണറായി വിജയന്റെ എന്തെങ്കിലും P ശശിയുടെ കയ്യിലുണ്ടോ? ഇവിടെ വിഷയത്തിൽ ഊന്നി നിന്ന് സംസാരിക്കാം. തിരിച്ചും അതേ ഭാഷയിൽ മറുപടി പറയാൻ കഴിയുന്നേ. സരിന് വെറുതെ പ്രതിപക്ഷ നേതാവിനോട് എന്തെങ്കിലും വിരോധമുണ്ട് എന്ന് വിചാരിച്ച് അദ്ദേഹത്തെ വെറുതെ വലിച്ചഴക്കുകയാണെന്ന് ഈ ചർച്ച കാണുന്ന ആർക്കും ബോധ്യമാവും. പണ്ടൊരു കുട്ടിയോട് പശുവിനെ കുറിച്ച് ഉപന്യാസം എഴുതാൻ ആവശ്യപ്പെടുമ്പോൾ കുട്ടിക്ക് ആകെ അറിയാവുന്നത് തെങ്ങിനെ കുറിച്ചാ. പശു വളർത്തുമൃഗമാണ്, പശുവിനെ കെട്ടുന്നത് തെങ്ങിലാണെന്ന് പറഞ്ഞ് ഈ എന്ത് ചോദ്യം വരുമ്പോഴും പ്രതിപക്ഷ നേതാവിലേക്ക് കെട്ടിയിട്ട് ഈ ചർച്ച അങ്ങനെ കൊണ്ടുപോവുക, പ്രതിപക്ഷ നേതാവിനെ മാറ്റും. ഇപ്പോഴും സരിൻ CPMന്റെ ഭാഗമാണെങ്കിൽ CPM അംഗമായി രാഷ്ട്രീയമായി ഉന്നയിക്കണം. സരിന്റെ ചില മോഹങ്ങളും മോഹഭംഗങ്ങളും വെച്ച് ഇവിടെ പ്രതിപക്ഷ നേതാവിന് വ്യക്തിപരമായിട്ട് എന്തിനാണെന്ന് കടന്നാക്രമിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയാം, അങ്ങനെ സരിൻ പറഞ്ഞ അതേ വാദത്തിന്റെ മെറിറ്റിൽ നിന്ന് നമുക്ക് ചർച്ച ചെയ്യാം. സരിൻ പറയുന്നത് എന്താ, ഇവിടെ ശശി രാഹുൽ മാങ്കൂട്ടത്തെ പേടിച്ചുകൊണ്ട് ഇവിടെ നിലപാടെടുക്കില്ല പറഞ്ഞാൽ ശശിയെ എന്തിനാണ് പിണറായി വിജയൻ പേടിക്കുന്നത്? ശശി ചെയ്തത് സാമൂഹ്യ സേവനം ഒന്നുമല്ലല്ലോ. മാക്സേ അവാർഡ് കിട്ടേണ്ട കൃത്യമാണോ ശശി നിർവഹിച്ചത്? ആ ശശി ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യേണ്ട പരമമായ ഓഫീസിൽ CPMന്റെ പ്രതിനിധിയായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പൊളിറ്റിക്കൽ പ്രതിനിധിയായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ആ ശശിക്ക് നിങ്ങൾ പ്രൊമോഷൻ കൊടുക്കുന്നതിന് പ്രശ്നമില്ല. അത് പിണറായി വിജയൻ പേടിക്കുന്നതാണെന്ന് അതേ ആരോപണം ഉന്നയിച്ചാൽ സരിൻ അത് സമ്മതിക്കുമോ? അത് മാത്രമാണ് പ്രശ്നം. അഭിലാഷ് പറഞ്ഞ കാര്യങ്ങളോടൊക്കെ
പറയാണ് ഈ ഇപ്പോൾ ഉണ്ടായ, ഞാൻ വളരെ കൃത്യമായിട്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യാം, ഇപ്പോൾ ഉണ്ടായ അഭിലാഷ് ചോദിച്ച വളരെ ന്യായമായി ഞാൻ പ്രതികരിക്കേണ്ട ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത്, ഇപ്പോൾ ഉണ്ടായ കാര്യത്തിൽ പോലീസ് FIR പോലും എടുക്കാത്ത കാര്യത്തിൽ ഞങ്ങൾ കൃത്യമായി രാഷ്ട്രീയമായി രാഹുൽ മാങ്കൂട്ടം വഹിക്കുന്ന പദവിയിൽ അദ്ദേഹമില്ല. നാളെ FIR എടുക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ അത്തരം വിഷയങ്ങളോട് ഈ പാർട്ടി പ്രതികരിക്കുമെന്നേ. ഞങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഞങ്ങൾ ഈ പാർട്ടി എടുക്കുന്ന നിലപാടെന്ന് പറഞ്ഞാൽ, ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയം ഞങ്ങൾ നിൽക്കുന്നത്. സ്നേഹത്തിന്റെ കടയൊക്കെ സംഘപരിവാർ പരിഹസിക്കാം, പക്ഷെ ഇവിടെ CPM പ്രതിനിധി പരിഹസിക്കുന്നത് സംഘപരിവാറിന്റെ അജണ്ട തന്നെയാണ് പറയുന്നത്. രാഷ്ട്രീയം വളരെ കൃത്യമാണ്. ഷിപ്പിയാർ ശിവശങ്കർ ഇപ്പോൾ MLA ജനങ്ങളെ കാണേണ്ട, ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ട ആളാണ് അദ്ദേഹം. അടുത്ത ദിവസം പാലക്കാടേക്ക് അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് വന്നേ പറ്റൂ. ഇന്നിപ്പോ കോർപ്പറേഷൻ നടത്തേണ്ട, മുനിസിപ്പാലിറ്റി നടത്തേണ്ട ഒരു പരിപാടിയിൽ നിന്ന് വരണ്ട എന്ന് പറഞ്ഞു. ഇപ്പോൾ MLA ആണ്, സ്ഥലം MLA ആണ്, അവിടുത്തെ ഔദ്യോഗിക പരിപാടികളുടെ അധ്യക്ഷൻ. അതാണ് നമ്മുടെ സാധാരണ നിലയ്ക്കുള്ള പ്രൊസീജിയർ. അപ്പോൾ ഇനി MLA എന്നുള്ള നിലയിൽ അങ്ങോട്ട് പോവുക അത്ര എളുപ്പമായിരിക്കും? പ്രത്യേകിച്ച് BJP ആണ് അവിടെ നഗരസഭയിലെ മുഖ്യകക്ഷി. ഒരു സംശയവുമില്ല, ജനങ്ങൾ ഇദ്ദേഹത്തെ ഇത്തരത്തിലുള്ള MLA-മാരെ കാണുന്നത് സ്വന്തം അമ്മമാർക്കും പെങ്ങന്മാർക്കും റോട്ടിലിറങ്ങി നടക്കാൻ പറ്റില്ല എന്ന് കഴിഞ്ഞാൽ അത് തെരുവിൽ ഞങ്ങൾക്ക് നേരിടേണ്ടി വരും, ഒരു സംശയവുമില്ല. പിന്നെ ശ്രീ കോൺഗ്രസിൻ്റെ അനൂപ് ഗതികേട് കൊണ്ടായിരിക്കും അദ്ദേഹം പറയുന്ന 3 തടസ്സവാദങ്ങൾ നോക്കൂ. ഒന്ന്, ശശി ഇങ്ങനെയാണ്, അത് കാരണം രാഹുലും ഇങ്ങനെയാവും. അതായത് അയൽവക്കത്തെ വീട്ടിൽ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്, വരൂ എൻ്റെ വീട്ടിലേക്കും ഞാനും അനുഭവിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞതുപോലെയാണ് ഇത്. കേൾക്കുന്നവർക്കും കോൺഗ്രസ്സുകാർക്കും കോൺഗ്രസ്സായ സ്ത്രീകൾക്കും എന്ത് തോന്നുന്നു എനിക്കറിയില്ല. അടുത്തത് അദ്ദേഹം 2 പ്രാവശ്യം പറഞ്ഞത് നവീകരിക്കപ്പെടുവാൻ വേണ്ടിയിട്ട് രാഹുലിനെ വിട്ടുകൊടുത്തു എന്ന്. എന്റെ ദൈവം ഇങ്ങനെയൊന്നും നവീകരിക്കാൻ വിട്ടപ്പോഴാണ് ഈ നവീകരിച്ച് കേരളത്തിൽ പാർട്ടി പരിപാടിയിലെ സംസ്ഥാനത്തെ പല നേതാക്കളുടെ വീട്ടിൽ കയറി നവീകരിക്കപ്പെട്ടത്. കഥയൊന്നും പറയണ്ട. പിന്നെ FIR, സ്വന്തം വീട്ടിൽ കയറി ഒരുത്തം വേഷത്തിട്ട് കാണിച്ച FIR നോക്കിക്കോ. നിങ്ങൾ FIR ഞങ്ങളൊക്കെ വേറെ രീതിയിൽ ഹാൻഡിൽ ചെയ്യുള്ളൂ. സ്വന്തം വീട്ടിൽ കയറി നിങ്ങൾക്കത് സ്വന്തമായിട്ട് വിഷമില്ലാത്തതുകൊണ്ടാ. സ്വന്തം വീട്ടിലാണ് ചെയ്തിരുന്നെങ്കിൽ അനൂപ് ഇങ്ങനെ സംസാരിക്കില്ലായിരുന്നു, ഇടപെട്ടേനെ. അത് FIR കാത്തു നിൽക്കില്ലായിരുന്നു. KPCC പ്രസിഡന്റിന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും ഒന്നും തീട്ടൂരത്തിന് കാത്തു നിൽക്കില്ലായിരുന്നു. ആണുങ്ങളെ പോലെ പ്രതികരിച്ചേനെ. അത് അച്ഛൻ്റെയും അമ്മയുടെയും വിഷമം മനസ്സിലാകത്താണ്, പെൺകുട്ടികളുള്ള വീടിന്റെ വിഷമം മനസ്സിലാവഞ്ഞിട്ടാണ് ആ ഭീതി, ആ കുടുംബത്തിനുള്ള ഇതുവരെയുള്ള നാണക്കേട് മാനക്കേട് ഓർത്തിട്ട് അവർ FIR ഇട്ടില്ലെങ്കിൽ അതിന്റെ പേരിൽ നിങ്ങൾ ഒരു MLA സംരക്ഷിക്കുവാനും നിങ്ങൾക്ക് ഭീഷണി ഉണ്ടാകുന്ന അത്തരം മുഖങ്ങളെ വെച്ച് വാഴിക്കാനുമാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ ഒരു സംശയവുമില്ല, കേരളത്തിലെ ജനങ്ങൾ മറക്കില്ല, പൊറുക്കില്ല. നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയമായ തിരിച്ചടിയായിരിക്കും, ഒരു സംശയവുമില്ല. കണ്ണുനീരിന്റെ പ്രശ്നമാണ്, കേരളത്തിലെ പാവപ്പെട്ട സ്ത്രീകളുടെ കണ്ണുനീരിന്റെ പ്രശ്നമാണ്, വിഷമത്തിന്റെ പ്രശ്നമാണ്. ശാപം നിങ്ങൾ വിട്ടുമാറില്ല അനൂപേ ഈ കോൺഗ്രസിന്റെ. അഭിലാഷ് നേരത്തെ ഇതിൽ നിന്ന് കട്ടായി പോയത് കൊണ്ടാണ് എനിക്ക് ചർച്ചയിൽ കേട്ട കാര്യങ്ങൾ പറയാൻ മനസ്സിലാക്കാനും പറ്റാതെ പോയത്. പക്ഷേ ഇവിടെ ഒരു അപകടകരമായ ഒരു സാഹചര്യം കോൺഗ്രസ് വിളിച്ചു വരുത്തിയിരിക്കുന്നത്, ഇന്നിപ്പോൾ പാലക്കാട്ട് ഒരു പൊതുചടങ്ങിൽ വിശിഷ്ടാതിഥിയായി വരേണ്ടിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാടിന്റെ ജനത വരേണ്ടെന്ന് പറഞ്ഞു. പാലക്കാടിന്റെ മുനിസിപ്പൽ സ്റ്റാൻഡിന്റെ ഉദ്ഘാടനത്തിന് വിശിഷ്ടാതിഥി വേണ്ട എന്ന് പാലക്കാടിന്റെ ജനത സ്വീകരിച്ചു, ഒരു നിലപാട് സ്വീകരിച്ചു. നാളെ ഇതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാടിന് വേണ്ട എന്നുള്ള സ്ഥിതിവിശേഷം വരുമ്പോൾ താൻ ഒരു MLA ആയിരിക്കുന്നത് എന്തിനെ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരത്തിന് അത് രാജിവെച്ച് പോകേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് അത് സൃഷ്ടിക്കപ്പെടാൻ കേരളത്തിന്റെ പൊതുബോധത്തിന് അറിയാം. അദ്ദേഹത്തെ തടയേണ്ട ഇടങ്ങളിൽ തടയാൻ അറിയാം. കേരളത്തിലെ അമ്മമാർക്കും പെങ്ങന്മാർക്കും കോൺഗ്രസിലെ അവസാനത്തെ ആശ്രയത്തിനോട് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ചോദിക്കണം, എന്ത് ചോദിച്ചു വാങ്ങണം എന്നറിയാം. അങ്ങനെ ചെയ്യാൻ കേരളത്തിലെ ഓരോരുത്തരും തയ്യാറാകുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, പരാതി കൊടുത്തിട്ട് തന്നെ ഇവനെ അങ്ങ് ഫിനിഷ് ചെയ്ത് കളഞ്ഞാൽ ഞങ്ങൾക്ക് തലവേദന ഒഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന കോൺഗ്രസ്സുകാരുടെ തലയിലേക്ക് ഇടുത്തി പോലെ നിങ്ങളുടെ രാഷ്ട്രീയത്തിലെ സകല മൂല്യച്യുതികളും എക്സ്പോസ്ഡ് ആകാൻ പോകുന്ന ഒരു രാഷ്ട്രീയ സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നത്. അധികാരത്തിന് വേണ്ടി 2026 മുഖ്യമന്ത്രി സ്ഥാനം പ്രതീക്ഷിച്ചും കൊണ്ടിരിക്കുന്ന ഒരുപാട് നേതാക്കൾ പരസ്പരം കുത്തിയും കൊന്നും ഈ രാഷ്ട്രീയ അംഗം വെട്ടുന്ന സമയത്ത് അണികൾ എങ്ങനെ ഡിഫെൻഡ് ചെയ്യണമെന്ന് അറിയാതെ പരിതാപകരമായ അവസ്ഥയിലേക്ക് നീതിയുടെ പ്രശ്നമുണ്ട് ഈ കാര്യത്തിൽ. രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് അപ്പുറത്ത് അത് അഡ്രസ് ചെയ്യപ്പെടട്ടെ വരുന്ന ദിവസങ്ങളിലെങ്കിലും. വളരെ നന്ദി 3 പേർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.